പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര നടിയും നർത്തകിയുമായ ബിന്ദുജ മേനോൻ പങ്കെടുക്കുന്ന പരിപാടി കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നർത്തകി, അഭിനേത്രി, അധ്യാപിക, അങ്ങനെ പല നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ അതിഥി. പക്ഷേ മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട മീനാക്ഷിയാണ്. ആ മീനാക്ഷി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മനസ്സിൽ ഓടി വന്നിട്ടുണ്ടാവും പവിത്രത്തിലെ മീനാക്ഷിയാണ് എന്നുള്ള കാര്യം. ബിന്ദുജ മേനോനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു. സിനിമയുടെ ക്യാരക്ടർ പറഞ്ഞാണ് തുടങ്ങിയെങ്കിലും ഞാൻ പക്ഷേ ചോദ്യങ്ങൾ തുടങ്ങുന്നത് റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിൽ നിന്നാവാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. കൂടുതലും നൃത്തത്തിലും അധ്യാപനത്തിലൊക്കെയാണല്ലോ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അതും മകളോടൊപ്പമായിരുന്നു ആ പെർഫോമൻസ്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പത്മനാഭസ്വാമി ഒരുപാട് തവണ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ തവണയാണ് ആ ഭഗവാന്റെ മുൻപിൽ ചെയ്യാനുള്ളൊരു എന്താ പറയുക മഹാഭാഗ്യം എനിക്ക് ഉണ്ടാവുന്നത്. ആദ്യം കളിച്ചത് അവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ ആയിരുന്നു. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. എന്താ വെച്ചാൽ സാധാരണ നമുക്ക് എന്ത് ഐറ്റം കളിച്ചാലും മനസ്സിൽ ഓർമ്മയുണ്ട്. അങ്ങനെ എനിക്ക് 2 തവണയും ഞാൻ മതിമറന്ന് ഇത്രയും കൊല്ലത്തിനുള്ളിൽ അതൊന്ന് ഭഗവാന്റെ മുമ്പിലും ഒന്ന് ആറ്റുകാലമ്മയുടെ മുമ്പിലുമാണ്. എനിക്ക് ആദ്യത്തെ ഐറ്റം കളിച്ചത് ഓർമ്മയുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ അവസാനം എൻ്റെ മനസ്സിലുള്ള ഇത് ഞാൻ അന്ന് മഹാരാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പോയി കാലിൽ തൊട്ട് തൊഴുന്നത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളൊരു ഓർമ്മ. ബാക്കി ഒന്നും ഐറ്റം കളിച്ചതിനെ പറ്റിയോ അങ്ങനെയൊന്നും ഒരു കയ്യടി കിട്ടുന്ന സ്ഥലമല്ല സരസ്വതി മണ്ഡപം. എല്ലാവരും ഇങ്ങനെ വളരെ ചുരുക്കം ഓഡിയൻസ് മാത്രമുള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ 2 അനുഭവങ്ങൾ, അതായത് ആറ്റുകാലമ്മയുടെ മുമ്പിൽ കളിച്ചതും പത്മനാഭസ്വാമി ആദ്യമായിട്ട് കളിച്ചതും ഒരു കലാകാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നെന്ന് ഞാൻ എപ്പോഴും കരുതുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ എത്ര തവണ കളിച്ചാലും മതി വരാറില്ല. അതിനുശേഷം നമ്മുടെ കേരളം 60 കൊല്ലം ആയ സമയത്ത് 60th ഇയർ ഓഫ് സെലിബ്രേഷനിൽ 60 സ്റ്റുഡൻസ്, അമ്മയുടെ തന്നെ 60 കുട്ടികളും അതുപോലെ തന്നെ 60 പേര് ഇനോഗ്രേഷൻ ചെയ്ത ഒരു ഫെസ്റ്റിവലിൽ ഈ അമ്പലത്തിൻ്റെ മുൻപിൽ അത് ആദ്യമായിട്ടാണ് അവിടെ ഡാൻസ് ആസ് സച്ച് മുമ്പിൽ കളിക്കുന്നത്. അതിനുശേഷം ലക്ഷദ്വീപം ഒരു 6 വർഷങ്ങൾക്ക് മുൻപ്. അങ്ങനെയാണ് മകളോടൊത്ത, അതായത് അവള് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് എൻ്റെ കൂടെ കുട്ടികളുടെ കൂടെ ഒക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയും മകളും എന്ന രീതിയിൽ ആദ്യമായിട്ട് കളിക്കുന്നത് ഈ 6 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം, അന്ന് കുച്ചിപ്പുടിയാണ് കളിച്ചത്. അപ്പോൾ നേഹ യശോദയായിട്ടും ഞാൻ കൃഷ്ണനായിട്ടായിരുന്നു. നമ്മളുടെ പേരാണ് നേഹ രാജേഷ് നമ്പ്യാർ. അപ്പോൾ അവള് യശോദയായിട്ടും ഞാൻ കൃഷ്ണനായിട്ടും. അപ്പോൾ ഈ അമ്മയുടെ റോള് റിവേഴ്സ് ചെയ്തിട്ടാണ് അന്ന് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മോഹിനിയാട്ടം, നമ്മുടെ കേരളത്തിൻ്റെ തനത് നൃത്തകലാരൂപമായ മോഹിനിയാട്ടം ചെയ്യണം എന്നാശിക്കുകയും പത്മനാഭൻ്റെ മുമ്പിലാകുമ്പോൾ എല്ലാവരും പത്മനാഭൻ്റെ സ്വാതി തിരുനാൾ കൃതികളോ അല്ലെങ്കിൽ രമൻ തമ്പിയുടെ കൃതികളോ ഒക്കെ ചെയ്യുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇത്തവണ രാമായണമാണ് ചൂസ് ചെയ്തത്. അതിനൊരു ചെറിയ കഥയുള്ളതെന്ന് വെച്ചാൽ, അയോധ്യയിൽ, രാമൻ്റെ ജന്മനാടായ അയോധ്യയിൽ അമ്പലം പണിഞ്ഞിരുന്ന ആ സമയത്ത് അതിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷനിൽ 1 മാസക്കാലം നീണ്ട ഒരു ഫെസ്റ്റിവൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്നെയും ക്ഷണിക്കപ്പെടുകയും ഞാൻ പെർഫോം ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് ഒരുപാട് അവർ രാമായണത്തിൽ തന്നെ അവർ കുറേ റെസ്ട്രിക്ഷൻസും ഇത്ര നേരം 40 മിനിറ്റാണ് നമുക്ക് അനുവദിച്ചിരുന്നത്. പക്ഷേ ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, ആ സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ ഞങ്ങളെ വേർപെട്ടത്. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ പോലും മനസ്സിലിങ്ങനെ അതൊരു ഞാൻ അതിനെ നല്ലതായിട്ട് തന്നെയാണ് കാരണം ആ സമയം മുഴുവനും അച്ഛൻ രാമായണം മാത്രമാണ് കേട്ടിരുന്നത്. ഇപ്പോൾ ഞാനത് കളിക്കുമ്പോൾ ആ ഐറ്റം പ്രത്യേകിച്ച് കളിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അച്ഛൻ ഇതാണല്ലോ ലാസ്റ്റ് 10-15 ദിവസത്തോളം ഞങ്ങളുടെ പ്രാക്ടീസ്, വളരെ റിഗ്രസ് പ്രാക്ടീസ് സെഷൻസ് നടക്കുന്ന സമയത്ത് മുഴുവനും അച്ഛൻ ഈ രാമായണത്തിൻ്റെ ശ്ലോകങ്ങളും ഒക്കെയാണ് കേട്ടത്. ഇത്തവണ ചെയ്ത ഐറ്റത്തിൽ ഒന്ന് രാമായണവും, ഒന്ന് ഞാൻ എൻ്റെ സീനിയർ ഫെലോഷിപ്പ് മോഹിനിയാട്ടത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി CCRTയുടെ, അതായത് നമ്മുടെ കൾച്ചറൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നടന്ന സീനിയർ ഫെലോഷിപ്പിന് ഞാൻ ചൂസ് ചെയ്തത് മോഹിനിയാട്ടത്തിലായിരുന്നു.
അപ്പോൾ മോഹിനിയാട്ടത്തിൽ പൊതുവേ നമുക്കെല്ലാവർക്കും, കേരളീയർക്ക് എല്ലാവർക്കും അറിയാം പതിഞ്ഞ പദങ്ങളും വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, അതായത് സ്ത്രീകളുടെ ഭാവങ്ങൾ, ഇമോഷൻസ് ആണല്ലോ കൂടുതൽ ഇമോട്ട് ചെയ്യണം മോഹിനി ആയതുകൊണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഭയം, ഭക്തി, വിരഹം, പ്രേമം, സന്തോഷം തുടങ്ങിയ സ്ത്രീകൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു റെസ്ട്രിക്ഷൻ പാടില്ല, അല്ല ഫ്രെയിം ഉണ്ടാവണം. ഇപ്പം മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടം അതിൻ്റെ ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട്. ഇപ്പം റെസ്ട്രിക്ഷൻ പാടില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് പുരുഷ കഥാപാത്രങ്ങൾ മോഹിനിയാട്ടത്തിൽ കാണാം. അപ്പോൾ പലപ്പോഴും പല രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോയി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചില കുറവുകൾ കാണാറുണ്ട്. പക്ഷെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരു കലാകാരി എന്ന നിലയിൽ നമുക്ക് എന്ത് അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന് ചിന്തിക്കേണ്ട ഒരു വയസ്സിലും സാഹചര്യത്തിലുമാണല്ലോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു പുരുഷ കഥാപാത്രം, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് രാമായണം ചെയ്തിട്ടുണ്ട്, മഹാഭാരതം തുടങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മുടെ നർത്തകിമാർ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മോഹിനിയാട്ടത്തിൽ കാണാത്ത ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സൂര്യനാണ്. അത് ഒഡീസിയിൽ വളരെ കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട്, അതായത് ഒരു പുരുഷന്റെ ഏറ്റവും ഫിറോഷ്യസ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് സൂര്യൻ. കാരണം 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് കൺകണ്ട ദൈവമായിട്ട് എന്നും നമുക്ക് പ്രസാദം, അതായത് അദ്ദേഹം വരാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലില്ല, അദ്ദേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ അതൊരിക്കലും മാനവരാശി ഒട്ടും ചിന്തിക്കാത്ത ഒരു ഏരിയ ആയിട്ട് എനിക്ക്, അത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഞാനിത് ചിന്തിക്കും തോറുമാണ് സൂര്യൻ നമുക്ക് എന്തൊക്കെയാണ് നിത്യേന ജീവിതത്തിന് വേണ്ടി തരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ഒന്നും കൂടി ഓർക്കുന്നത്, നമ്മൾ ഓർക്കുന്നില്ല എന്നാണ് സത്യം. എൻ്റെ അച്ഛനൊക്കെ എന്നും രാവിലെ എണീറ്റ ഉടനെ ഭഗവാനെ ഇങ്ങനെ സൂര്യനെ തൊഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാക്കായിട്ട് എനിക്ക് തോന്നി ഇതൊരു മോഹിനിയാട്ടത്തിൽ ഒട്ടും എടുക്കാത്ത ഒരു കഥാപാത്രമാണ്, ഒരു സ്റ്റോറി ലൈനാണ്. അങ്ങനെ 7ാമത്തെ സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന മയൂരഭട്ട എന്ന് പറഞ്ഞ അദ്ദേഹം സൂര്യശതകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 101 ശ്ലോകങ്ങളുണ്ട്. പക്ഷേ ശതകം എന്നാണ് പറയുന്നത്. 101ാമത്തെ ശ്ലോകം മംഗള ശ്ലോകമായിട്ടാണ്. അപ്പം ഇങ്ങനെ ഭജിച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ മനുഷ്യന് എന്തൊക്കെയാണ് അതിലൂടെ നേട്ടമെന്നാണ് 101ാമത്തെ ശ്ലോകം പറയുന്നത്. ആ ശ്ലോകം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തവണത്തെ ഇൻട്രൊഡക്ടറി, അതായത് രംഗപ്രവേശം പോലെയുള്ള മോഹിനിയാട്ടത്തിൽ ഒരു ഐറ്റവും കൂടെ ചിട്ടപ്പെടുത്തി. അങ്ങനെയാണ് 1 മണിക്കൂർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ചോദിച്ച പോലെ ഏതൊരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അപ്രീസിയേഷനും കയ്യടികളും പുതിയ പുതിയ ഐറ്റംസ് കമ്പോസ് ചെയ്യുക. പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിവസം, അതായത് അടുത്ത ദിവസം ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം കളിക്കാൻ പാടില്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഒരു റിപ്പീറ്റേഷൻ ഇല്ലാതെ കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് നല്ല ഐറ്റംസ് ഇപ്രാവശ്യം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചു. അത് ഭക്തജനങ്ങൾ ഒരുപാട് പേര് നല്ല, അതൊരു സന്തോഷമാണ്. മോർ ദാൻ നമുക്ക് ഒരു കമ്പോസിഷൻ ഉണ്ടാക്കുന്നതും ഹാർഡ് വർക്കിൻ്റെ ഒക്കെ മാറ്റി നിർത്തിയാലും നമ്മുടെ തോളിൽ ഒരാൾ വന്ന് നന്നായി എന്ന് കൈയടിച്ച് പറയുമ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരം തന്നെയാണ്. അപ്പം അതെനിക്ക് ആവോളം ഇത്തവണ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. നമുക്ക് ഇതൊരു ചലച്ചിത്രഗാന പരിപാടി കൂടിയാണ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തുടർന്ന് തീർച്ചയായിട്ടും. അപ്പോൾ ഏത് പാട്ടായിരിക്കും പറയാ? എൻ്റെ തന്നെ ഒരു സിനിമയിലെ ഒരു പാട്ട് പറയാം. അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടും കൂടിയാണ്. നീലക്കണ്ണ നിന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വെണ്ട ഡാനിയൽ. അതെ വെണ്ട ഡാനിയൽ എന്ന സിനിമയിലെ ബാലുചേട്ടൻ്റെ പടമാണ്. ചിത്ര ചേച്ചിയുടെ മധുരമായിട്ടുള്ള ഒരു ആലാപനം, SP വെങ്കടേഷാണ് അതിൻ്റെ മ്യൂസിക്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തും അകത്തുമായിട്ട് നിരന്തരം യാത്ര ചെയ്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മലേഷ്യയിൽ ഒരു സ്കൂളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കാര്യമായ അധ്യാപന വൃത്തിയുണ്ട്. അതുകൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല വർക്ക്ഷോപ്പുകളിലും സംഭവിക്കുന്ന ഒരു കാര്യം, വർക്ക്ഷോപ്പുകളിൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഒരു പക്ഷേ ഏതൊരു അധ്യാപകർക്ക് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ തുടർച്ചയായി കുട്ടികൾ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം, കാരണം ഇടയ്ക്കൊരു വിഷയം കണ്ടു, ഭരതനാട്യത്തിലെ ചടുലതയും മോഹിനിയാട്ടത്തിലെ ലാസ്യഭാവം എന്നുള്ള അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ പലപ്പോഴും കുട്ടികൾ പലതും ഇത് മനസ്സിലാക്കാതെ ഡാൻസ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ വർക്ക്ഷോപ്പുകൾക്ക് എന്ത് റോളാണുള്ളതെന്ന് വിചാരിക്കുന്നു? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇന്ത്യ മുട്ട, എനിക്ക് തോന്നുന്നു ഒരു 28ാമത്തെ ദിവസം മുതൽ 28ാമത്തെ ദിവസം സ്റ്റേജിൽ കയറിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം ഭഗവാൻ തന്നല്ല, നമുക്കതിനകത്ത് ഒരു സത്യം പറയാം, ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരു റോളും നമുക്കില്ല. അതൊക്കെ ഒരു അനുഗ്രഹം, അച്ഛനമ്മമാർ ചെയ്ത പുണ്യം. എൻ്റെ അമ്മ നൃത്തത്തിന് കൊടുത്തിരിക്കുന്ന, അമ്മയുടെ ജീവിതത്തിൽ ബാക്കി ഒന്നിനും ഇമ്പോർട്ടൻസ് ഇല്ല, നൃത്തത്തിനും കലകളും കുട്ടികളും അവർക്ക് വേണ്ടി ജീവിച്ച, ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു അമ്മയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രത്തോളം ഒരു ജീവവായു പോലെ
കലകളെ എനിക്ക് അങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്നതെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ഒരു 6,000 to 7,000 സ്റ്റേജസിനോളം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്നൊന്നും സോഷ്യൽ മീഡിയയോ അത് റെക്കോർഡ് ചെയ്യണമെന്നോ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പോലും ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ല. അത് തെറ്റാണെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം ഒരുപാട് ഐറ്റം മോർ ദാൻ ഞാൻ എന്ത് ചെയ്തു എന്നതിനേക്കാളും ഒരുപാട് ഐറ്റംസ്. അപ്പോൾ അന്നൊന്നും നമ്മൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യണം, ആ കാണുന്ന ജനതയുടെ മുമ്പിൽ ചെയ്യണമെന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനെക്കുറിച്ച് വേറെ ചിന്തിക്കുന്നതിൽ ഒരു ഫോട്ടോ പോലും എടുത്തു വെക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. വർക്ക്ഷോപ്സിനെ പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഞാൻ അതിൻ്റെ ഒരു എല്ലാ കാര്യത്തിൻ്റെയും പോസിറ്റീവ് എടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓരോ കുട്ടിയും ഓരോ എക്സ്പീരിയൻസ് ആണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മയുടെ ക്ലാസ്. ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ കയറാൻ മടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അമ്മ എന്നെ നല്ലോണം ചീത്ത പറയും. സാധാരണ കുട്ടികളെ ചീത്ത പറയുന്നതിനേക്കാളും ഒന്നും കൂടി ചീത്ത പറയും. കാരണം എക്സ്പെക്റ്റേഷൻ ലെവൽ ഹയർ ആണ്. മകളായതുകൊണ്ട് എല്ലാം അറിയണം എന്നുള്ള. ഒരിക്കലും അങ്ങനെയില്ല. നേഹ വന്നപ്പോൾ ഞാൻ അത് കുറച്ചിട്ടുണ്ട് എക്സ്പെക്റ്റേഷൻ ലെവൽ. അപ്പോൾ ഈ വർക്ക്ഷോപ്സിന് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്നേ പറ്റുള്ളൂ. ഞാൻ ചില സമയത്ത് ഡിപ്പെൻഡിങ് ഓൺ എവിടെയാണ് വർക്ക്ഷോപ്പ് ചെയ്യുന്നത്. ഇപ്പം ഈ പറഞ്ഞ വർക്ക്ഷോപ്പാണെങ്കിൽ കാൽക്കട്ടയിലെ നിവേദിത യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു വർക്ക്ഷോപ്പാണ്. അവിടെ ഭരതനാട്യമുണ്ട്. സോ ദേ നോ ഒരു ആവറേജ് ആയിട്ടും ഭരതനാട്യത്തിനെ കുറിച്ച് അറിയാം. എന്നാൽ മോഹിനിയാട്ടമോ കുച്ചിപ്പുടിയോ ഒഡീസിയോ ഒന്നും അവരുടെ മേഖലകളിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഞാൻ എവിടെ ചെന്നാലും എന്താണ് ഇപ്പം ഞാൻ പഠിച്ചതിൽ എന്താണ് അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നതെന്നാണ് ആലോചിച്ചത്. അപ്പോൾ ഭരതനാട്യത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് മോഹിനിയാട്ടത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു വലിയ ഗുണമുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയ ഡെഫിനറ്റ്ലി ഈ 3 ഐറ്റത്തിനോടും ഒരു എക്സ്പോഷറുണ്ട്. ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ എക്സ്പോഷറുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും അറിയാം. എന്നാൽ ഈവൻ നമ്മൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോട്ടൊക്കെ പോയാൽ മോഹിനിയാട്ടം എന്ന ഐറ്റത്തിന് വളരെ പ്രാധാന്യം കുറവാണ്. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പണ്ടത്തേക്കാൾ ഉപരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ കടൽ കടന്നൊക്കെ ഭരതനാട്യത്തിന് കിട്ടുന്ന ഒരു പ്രാതിനിധ്യം മോഹിനിയാട്ടത്തിന് ഇന്നും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ വാദിക്കാം, പ്രതിവാദിക്കാം. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഓരോ കലാകാരന്മാർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സൊസൈറ്റി നമുക്കൊരു കൈയടി തരുന്നുണ്ടെങ്കിൽ തിരിച്ച് നമുക്കും അവരോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ തവണയും ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ അന്ന് ഭരതനാട്യം അറിയുന്ന കുട്ടികൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന രീതിയിൽ മോഹിനിയാട്ടം എന്തൊക്കെയാണ് വ്യത്യാസം, അതും ഈ പറഞ്ഞ മാതിരി വളരെ ബേസിക്കായിട്ട്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായത് ഞാൻ ചെല്ലുമ്പോൾ 52 കുട്ടികളായിരുന്നു ആകെ കളിക്കാനായിട്ട്, അതായത് ചുമ്മാ എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട്. 275 പേരെയാണ് അറ്റ് എ ടൈം ഞാൻ കളിപ്പിച്ചത്, ഇൻക്ലൂഡിങ് ദ ഡീൻസ്, ടീച്ചേഴ്സ്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതൊന്ന് ശ്രമിക്കണം എന്ന് എനിക്ക് അവിടെയുള്ളവരെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് നമുക്ക് വാക്കേ പറയാൻ പറ്റില്ല. പക്ഷെ ശ്രമിക്കണം, ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ ടീച്ചർ എന്ന് ചോദിക്കുന്നത് തീർച്ചയായിട്ടും മോഹിനിയാട്ടത്തിന് ഗുണമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ എത്ര തന്നെ ഞാൻ അമ്മയടുത്തുനിന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഇന്നും പ്രോഗ്രാം ഉണ്ട്, നാളെയും പ്രോഗ്രാം ഉണ്ട്, മറ്റന്നാളും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇന്നും റിഹേഴ്സലുണ്ട്, നാളെയും റിഹേഴ്സലുണ്ട്, മറ്റന്നാളും റിഹേഴ്സലുണ്ട്. കാരണം നമ്മൾ കളിക്കുന്ന സ്ഥലം വ്യത്യാസമാണ്, ടെക്നിക്കലി അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ വ്യത്യാസമാണ്, ജനങ്ങൾ കാണുന്ന വിധം വ്യത്യാസമാണ്. ഒരു അമ്പലപ്പറമ്പിലെ പ്രോഗ്രാം പോലെയല്ല ഒരു സഭയിലുണ്ടാവുന്ന പ്രോഗ്രാം, സഭയിലുണ്ടാവുന്ന പ്രോഗ്രാം പോലെയല്ല ഒരു ചെറിയ ഓഡിറ്റോറിയത്തിലുണ്ട്. അങ്ങനെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് കളിക്കെ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്കുണ്ടായ ഗുണം, ഞാൻ ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു കാണിയായിട്ടും ഒരു പെർഫോമറായിട്ടും ഒരു ജഡ്ജായിട്ടും അപ്പീൽ കമ്മിറ്റി മെമ്പറായിട്ടും അപ്പീൽ കമ്മിറ്റി ചീഫായിട്ടും ഇരുന്നിട്ടുള്ളത് കൊണ്ട് ഒരു കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാനുള്ള അനുഭവങ്ങൾ വേറിട്ട അനുഭവങ്ങളാണ്. അപ്പോൾ 28 കൊല്ലത്തിന് ശേഷം ഞാൻ കലാതിലകമായ കാസർഗോഡിൽ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ തന്നെ പോയിരിക്കുമ്പോൾ എനിക്കതൊരു നിറഞ്ഞ സന്തോഷം എന്ന് മാത്രം അതിൽ ഒതുക്കാൻ പറ്റില്ല. അതേ കയ്യടി എനിക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഒരു കലാകാരിയുടെ ഒരു പൂർണ്ണത എന്നല്ല ഞാൻ പറയണേ, ഒരു യാത്ര, ആ യാത്ര ഞാൻ ആവോളം ആസ്വദിച്ച്, ഞാൻ ഒരു റേസിലും ഇല്ല, എനിക്ക് അങ്ങനെ ഓടാൻ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
എന്നെ ഒരിക്കലും ഒരു കോമ്പറ്റീഷനോ ഒരു പ്രോഗ്രാമിനോ ഇത്രയൊന്നും അങ്ങനെയൊന്നും അല്ല അമ്മ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് കളിക്കാൻ ഭഗവാൻ നിനക്ക് അനുഗ്രഹിക്കണം. അവിടെ തെറ്റുകൾ പറ്റാം, ചിലപ്പോൾ നമ്മുടെ അടവുകൾക്ക് പിഴവുണ്ടാവാം, അരമണ്ഡലം കുറയാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ടെക്നിക്കലി സംഭവിക്കാം. പക്ഷേ നീ കഴിഞ്ഞതിനേക്കാളും നന്നായിട്ട് നിനക്ക് കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആകെ ഒരു. അപ്പം ഞാൻ കോമ്പറ്റ് ചെയ്യുന്നത്, ഞാൻ മത്സരിക്കുന്നത് എന്നോട് മാത്രമാണ്. അത് ആ ഒരു ലെവലിലേക്ക് വരാൻ നമുക്ക് കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും വർക്ക്ഷോപ്പ് ആയിക്കോട്ടെ, സ്റ്റേജ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ, നിരന്തരമായിട്ട് ഇതിനോടൊരു സ്നേഹം ഉണ്ടാവുന്നത്. അത് ഏത് കലയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പഠിക്കുന്നതിനോട് നമുക്കൊരു ആത്മാർത്ഥ സ്നേഹം വരാൻ ഒരു യാത്രയുണ്ട്. ആ യാത്ര കുറച്ച് സ്ലോ ആക്കണം. യാത്ര എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ട്രെയിനിൽ കയറി പോകുന്ന യാത്ര പോലെ അല്ല, അതും നല്ല സന്തോഷമുള്ളതാണ്. പക്ഷേ സ്ലോ ഡൗൺ ചെയ്യണം എല്ലാ കാര്യത്തിലും. ഒരു വേഗത അത് ഈ ഒരു കാലത്തിൻ്റെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വേഗതയ്ക്ക് കുറച്ചൊന്ന് കുറച്ചാലേ കൂടെ നടക്കുന്നവരുടെയും നമുക്ക് മുൻപേ പോയവരുടെയും പുറകിൽ വരുന്നവരുടെയും ഒക്കെ ഒരു ഫീഡ്ബാക്സ് എടുത്ത് നമുക്കും ആ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ജയചന്ദ്രൻ അദ്ദേഹം മനസ്സുകൊണ്ട് വളരെ എന്താ പറയുക, അമ്മ പറഞ്ഞു കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാമെന്നാണ്, ഒരു ട്രിബ്യൂട്ട് പോലെയും. കാരണം അവരൊന്നും മരിക്കുന്നില്ല, അതാണ് കലയ്ക്കുള്ള ഒരു ഗുണം. അതുകൊണ്ട് ജയേട്ടനെ അത്രയും സ്നേഹത്തോടു കൂടി ഓർത്ത ജയേട്ടൻ്റെ ഒരു പാട്ട്, നഖക്ഷേത്രങ്ങളിലെ പാട്ട് തന്നെ, മോനിഷയും കൂടെ ഓർത്തിട്ട്. നഖക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ മോനിഷയാണല്ലോ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരിക. ഹരിഹരൻ സാറിൻ്റെ ഈ ഒരു സിനിമ. ശ്രോതാക്കളിൽ കൂടുതൽ പേർക്കും പരിചയമുള്ളത് അഭിനേത്രി ആയിട്ടുള്ള ബിന്ദുജയായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ മിക്കവാറും ശ്രോതാക്കൾ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിയദർശൻ, പത്മരാജൻ, ടി കെ രാജീവ് കുമാർ, സത്യനന്ദിക്കാട്, അങ്ങനെ തുടങ്ങി ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. എനിക്ക് തോന്നുന്നു തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങനെ അഭിനയിക്കുകയാണ് എന്ന് അറിയുമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഈ മീഡിയംസ് ഡിഫറെൻ്റ് ആയത് ഞാൻ ആക്ച്വലി അറിഞ്ഞിട്ടില്ല. ഓണസ്റ്റ്ലി അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഡാൻസ് ആണെന്നോ നാടകമാണെന്നോ സിനിമയാണെന്നോ സീരിയലാണെന്നോ ഒന്നും അങ്ങനെ ഒരു മീഡിയം ഡിഫറൻസ് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദൂരദർശനായിരുന്നാലും ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്. എൻ്റെ കുട്ടിക്കാലം ഞാൻ ഒരുപാട് സ്പെൻഡ് ചെയ്ത ഒരു സ്റ്റുഡിയോയിലാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അന്നത്തെ ഉള്ള മഹത് വ്യക്തികൾ, അതായത് എം ജി രാധാകൃഷ്ണൻ. ഞാനിവിടെ മ്യൂസിക് ഓഡിഷൻ ചെയ്യുമ്പോൾ രാധാകൃഷ്ണ മാമനാണ് എൻ്റെ ഓഡിഷൻ എടുത്തതെന്ന് പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ. ഉദയഭാനു സാറ്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ്, അത്രയും ഒരുപാട് പേര് എൻ്റെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് പാടാനാണോ ഞാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാനൊരു നാടകത്തിന് ശബ്ദം കൊടുക്കാനാണോ വരുന്നത്, ഒന്നും എനിക്കറിഞ്ഞൂടാ. അവർ പറയണു, നമ്മൾ ചെയ്യണു. നന്നായാൽ വരുന്നു, നന്നായില്ലെങ്കിൽ മോളെ അത് അങ്ങനെയല്ലടാ ഇങ്ങനെയാണ് എന്ന് അവർ പറയണു. അതുകൊണ്ട് എനിക്ക് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വരാനോ സീരിയലിൽ നിന്ന് തിരിച്ച് സിനിമയിലേക്ക് പോകാനോ അതൊരു മീഡിയം ഷിഫ്റ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഡാൻസിൻ്റെ ഒരു വലിയ ബ്രാഞ്ചിങ് ഔട്ട്, അത് പാട്ടാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഒരു ബാക്ക് ബോണായിട്ട് ഞാൻ പാട്ടിനെ പഠിക്കണം എന്ന് തോന്നിയത് ഡാൻസിന് ഉതകണം. അങ്ങനെ മാത്രമാണ് ഇനീഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഒരു എഫേർട്ടാണെന്നും അതിൽ ഒരുപാട് കാശ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്നും ഫിലിമിൻ്റെ റോളിന് ഇത്രയും വിലയുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പവിത്രത്തിൽ വരുന്നതാണ്. നമ്മൾ ഒരു വളരെ കംഫർട്ട് സോണിൽ നിന്ന് പിന്നെ ഒരു വേറെ ഡിഫിക്കൽട്ട് സോണിലേക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പല ചേഞ്ചസും ഉണ്ട്. കാരണം കുറച്ച് ഒബ്സർവേഷൻ വേണം. സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ഒബ്സർവേഷൻ വേണം, പേഷ്യൻസ് വേണം. ഈ രണ്ട് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒബ്സർവിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു സിറ്റി ലൈഫിൽ ജീവിക്കുമ്പോൾ ഗ്രാമപ്രദേശത്തിൽ എന്താന്ന് പണ്ട് ചെയ്തു വച്ചിരുന്ന ക്യാരക്ടേഴ്സിൻ്റെ റെഫറൻസ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ പല സന്ദർഭങ്ങളിലും ഡയറക്ടേഴ്സിൻ്റെ അവരെന്താ തരുന്ന ഇൻസ്ട്രക്ഷൻസ്, കൂടെ നിൽക്കുന്ന ലെജൻഡറി ആക്ടേഴ്സ്, അവർ തന്നെയാണ് നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം. കാരണം ഇന്നാണ് നമുക്ക് ഇത്രയും എക്സ്പോഷർ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് പഴയ സിനിമകൾ അങ്ങനെ ഇങ്ങനെയെന്ന് കാണാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ്. ഇന്നത്തെ കുട്ടികൾ അവർക്ക് എല്ലാത്തിനെയും കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്ന ഇത്രയും എക്സ്പോഷർ അവർക്കുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോ പല ഇൻപുട്സിൽ നിന്ന് എൻ്റെ ഇൻപുട്ടും കൂടെ ചേർത്ത് ഒരു ടേക്കിൽ ശരിയെന്ന് ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ വെരി ഗുഡ്. അന്ന് മോണിറ്റർ ഒന്നുമില്ല, ഡയറക്ടറിൻ്റെ വിഷ്വലൈസേഷൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലരുടെയും, ഇപ്പം ഞാൻ ഡയറക്ടറിൻ്റെ മുഖം നോക്കും, അങ്ങനെ ഞാൻ ക്യാമറമാൻ്റെ മുഖം. ഇന്നും ഈ മുഖം നോക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വന്നില്ലേ സാർ, 1 more ടേക്ക് പോവാം എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കും. ഇല്ല എന്താ വെച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ
ഒന്നും അടിക്കും സാർ ഓക്കെ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റഡ് മുഖത്ത് വന്നില്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളൊക്കെ തുടങ്ങി. അപ്പം അതിൻ്റെ ഗുണമുണ്ട്. അതേമാതിരി നമുക്ക് അന്ന് ഇപ്പം പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ടോ എത്രയും ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾ വയസ്സായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ദിവസവും നമ്മളെ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ചെതക്കുന്നിടത്താണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ നാടകത്തിലായിരുന്നാലും സിനിമയിലായിരുന്നാലും ഒരുപാട് വലിയ ലെജൻഡറി ആൾക്കാരുടെ, ഇപ്പോൾ ജോർജ് കിത്തു എന്ന് പറഞ്ഞ ആധാരത്തിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള ആളാണ്, ശ്രീരാഗം എന്ന് പറഞ്ഞ സിനിമയുടെ. അപ്പം എനിക്ക് അവരുടെ മഹത്വം തിരിച്ചറിയാൻ അവരായിട്ട് ഒന്നും കാണിച്ചിട്ടുമില്ല. പക്ഷെ നമുക്ക് പിന്നീട് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോഴാണ് പത്മരാജൻ അങ്കിളുടെ 2 സിനിമകൾ, ഒരുപാട് പേര് അത് ചോദിക്കാറുണ്ട്. രാജീവേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലത്തെ എൻ്റെ ഒരു വലിയേട്ടൻ്റെ ഒക്കെ ഒരു സ്ഥാനമുള്ള ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ പല സിനിമകളുടെയും ഭാഗഭാക്കായിട്ട് ഇരിക്കാൻ എനിക്ക് സാധിച്ചു. ഒരു ഭാഗ്യമായിട്ടേ നമുക്ക് ഇപ്പോഴും ആൾക്കാർ എൻ്റെ മുഖം മറക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു ലൈം ലൈറ്റിൽ ഇല്ലാത്ത തന്നെ എന്ന് വേണം പറയാം. സിനിമയിൽ പ്രത്യേകിച്ച് ഒട്ടുമില്ല. ബിക്കോസ് എനിക്ക് അങ്ങനെ ഞാൻ വിചാരിക്കുന്ന കൈൻഡ് ഓഫ് റോൾസ് അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെയാണ്. ബിക്കോസ് എൻ്റെ കരിയർ ഓറിയൻറ്റഡ് നോക്കിയാൽ അറിയാം, കുറേ സിനിമകൾ വാരി വലിച്ച് ചെയ്തിട്ടില്ല. ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെയായിരുന്നു സിനിമകൾ ചെയ്തിരുന്നത്. അതിനുശേഷം കുറച്ച് നല്ല സീരിയൽസ് വന്നപ്പം കുറച്ചും കൂടി എൻ്റെ ഒരു ടാലൻറ്റ് എക്സ്പോഷറിന് വേണ്ടിയിട്ടാണ് സീരിയൽ. അത് അപ്പോഴും ഞാൻ വലുതെന്ന് ചെറുതെന്നൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരിക്കലും ഞാൻ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇന്നുമില്ല. ഏത് മീഡിയം എന്നുള്ളത് ഇന്നാണ് എല്ലാവർക്കും എല്ലാം സമമായത്. അന്ന് ഞാൻ ജ്വാലയായോ അല്ലെങ്കിൽ സ്ത്രീയോ അങ്ങനെ എല്ലാ സീരിയലുകൾ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർ മാത്രമേ കാണൂ. അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഏത് ചെയ്താലും എൻ്റെ ബെസ്റ്റ് ചെയ്യണം, അത് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി മാതിരി ഡയറക്ടേഴ്സിനടുത്തും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനടുത്തും സംസാരിക്കാനും അവർ നമുക്ക് നല്ല ഫീഡ്ബാക്ക്സ് തരാനും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പലതും ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും തോന്നുന്നുണ്ട് ഇതൊന്നും എൻ്റെ ക്രെഡിറ്റ് അല്ല, ഇതെല്ലാം അവരവരുടെ ക്രെഡിറ്റ്സിൽ ചെയ്യാവുന്ന കാര്യമാണ്. റാഫി മെക്കാർട്ടിൻ്റെ എല്ലാവരും അത്. സോ ഇറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആസ് ആൻ ആക്ടർ, അത്രേ പറയാൻ പറ്റും. ഞാൻ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച മീനാക്ഷി എന്ന കഥാപാത്രം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് പുറത്തു വന്ന് കഴിഞ്ഞിട്ട് 3 പതിറ്റാണ്ട് കഴിയുന്നു. പക്ഷേ ഇന്നും ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു കമന്റ് എന്ന് പറയുന്നത്, ബിന്ദുജ, വി വുഡ് ലൈക്ക് ടു ഹേറ്റ് യു ഫോർ ഡൂയിങ് വാട്ട് യു ഡിഡ് ടു ചേട്ടച്ചൻ. നിങ്ങൾ ചേട്ടച്ചനോട് ചെയ്തതിന് നിങ്ങളെ വെറുക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഒരു കമന്റ് കണ്ടത്. അത് 2025 അവസാനമാണ് കണ്ടത്. അപ്പോൾ 3 പതിറ്റാണ്ടിന് ശേഷവും ആ കഥാപാത്രം ഓർമ്മിക്കപ്പെടുന്നു. മലയാളികൾ പൊതുവെ അത് അവരുടെ മനസ്സിനോട് ചേർത്ത് വെക്കുന്നു. മീനാക്ഷിയെ ആൾക്കാർ ഇങ്ങനെ വെറുക്കുന്നതിൽ സങ്കടം തോന്നാറുണ്ടോ? ഉണ്ട്. ആ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ മീനാക്ഷി എന്ന് പുറത്തു വന്നെങ്കിലും 30 കൊല്ലമായിട്ട് ജനങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു കാര്യം, അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു ക്യാരക്ടർ എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല. എടുത്താ പൊങ്ങാത്ത ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് അന്നറിയില്ലല്ലോ. അങ്ങനെ എന്നെ ആരും ഫീൽ ചെയ്യിപ്പിച്ചിട്ടുമില്ല. അത് ഇന്നാണ് ഒരു കൾട്ട് മൂവിയായിട്ടും ഒരു ഒറിജിനൽ മൂവി എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്തൊരു മൂവിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ ജേർണിയിൽ ഒരു വലിയ മൈൽ സ്റ്റോണാണ് മീനാക്ഷി. പലരും പറയും നിങ്ങൾ ആ ഒരൊറ്റ സിനിമയെ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരൊറ്റ സിനിമ മതി. അതുകൊണ്ടാണ് ഈ 31 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും നമ്മൾ മീനാക്ഷിയും പവിത്രത്തിനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ശരിക്കും റോളില്ല. ഇപ്പം നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന ഞാൻ അതിലാണ് ജീവിക്കുന്നതെങ്കിൽ ഒട്ടുമല്ല. ഞാനത് ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴായിരിക്കും അയ്യോ ആണല്ലോ അന്ന് ചേട്ടച്ചൻ ഇങ്ങനെയാണല്ലോ ഒരു ഡയലോഗ്. ഇപ്പം തിലകൻ ചേട്ടനാണെങ്കിലും ശ്രീവിദ്യാമ്മയാണെങ്കിലും ശോഭന ചേച്ചി, അതൊരു ജേർണിയുടെ ഭാഗമാണ്. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും എന്നിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു ജേർണി, ഒരു മൈൽ സ്റ്റോൺ ആണ്. അത് വിട്ടുപോകാൻ എനിക്കും താല്പര്യമല്ല. പൊതുജനം പലവിധമാണ്. ഞാൻ എപ്പോഴും എല്ലാത്തിൻ്റെയും നല്ലതെടുക്കണം. ഇപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യം തന്നെയാണ്. ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു പേഷ്യൻസ് വേണം. ഏതെങ്കിലും ഒരു കാലത്ത് ഇത് മറക്കണ്ട, പക്ഷെ ഇതിനു മേലെയോ ഒരു ക്യാരക്ടർ വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അതെൻ്റെ ഒരു ഹോപ്പാണ്. അത് ഞാൻ മുറുകെ പിടിച്ചോട്ടെ. അപ്പോൾ മീനാക്ഷി ഇന്നും നമ്മുടെ ജനമധ്യങ്ങളിൽ ജീവിക്കുന്ന ഈ കാലത്തും, അതായത് സിറ്റി ലൈഫിൽ പോലും ജീവിക്കുന്ന കുട്ടികളാണ്. ഞാൻ എൻ്റെ മകളിൽ അത് കണ്ടിട്ടുണ്ട്, എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ കുട്ടികളിൽ അത് കണ്ടിട്ടുണ്ട്, വരും തലമുറയിലെ പലരെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു എടുത്തുചാട്ടം അപ്പോൾ അത് നമുക്കുണ്ട്. സോ അതല്ല ലൈഫ് എന്ന് ഇന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ധന്യ മുഹൂർത്തങ്ങൾ ഞാൻ എല്ലാവരോടും പറയും. ഞാൻ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ടല്ല നിങ്ങൾ കാണേണ്ടത്. അതൊരു
ലൈഫ് ടേണിംഗ് മൂവി തന്നെയാണ് എല്ലാ രീതിയിലും. സിനിമ ആസ് എ കണ്ടന്റ് ആയിട്ട് നോക്കിയാലും, ആസ് എ ക്യാരക്ടേഴ്സ്, അതായത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ സ്റ്റേറ്റസ്, ലെജൻഡറി സ്റ്റേറ്റസ് നോക്കിയാലും, ടെക്നിക്കലായിട്ട് നോക്കിയാലും, പാട്ടായിട്ട് നോക്കിയാലും, എന്ത് നോക്കിയാലും ഇതിൽ മേലെ മികച്ചത് എനിക്ക് കിട്ടാനില്ല. അപ്പം എനിക്ക് ഏറ്റവും മികച്ചത് കിട്ടുമ്പോൾ നമ്മൾ അത്രയും ട്രഷറായിട്ട് ജീവിതത്തിലും മനസ്സിലും കരുതി വെക്കൂലോ. അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ മീനാക്ഷിയെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തെറ്റിലൊന്നും പെടാതെ, ചേട്ടച്ചൻ്റെ വഴക്ക് കേൾക്കാതെ, ശ്രീനേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, നെടുമുടി വീണു ചേട്ടൻ, അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ വാത്സല്യം ഒരുപാട് അനുഭവിച്ച സിനിമയും കൂടെയാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ട്രഷർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഞാൻ മനസ്സിലെപ്പോഴും കരുതുന്ന ഒരു സിനിമ തന്നെയാണ്. അത്തരത്തിൽ പിന്നീട് നല്ല റോളുകൾ കിട്ടിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു പാട്ട് കേട്ടിട്ട്. ഓ, തീർച്ചയായിട്ടും. ഏത് പാട്ട് പറയും? ഞാൻ മമ്മൂക്കയുടെ ഒരു ഭയങ്കര ഫാനാണ്. അമ്മയും അതെ. മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിൽ അദ്ദേഹം എൻ്റെ എന്തോ ഒരു വഴികാട്ടിയായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു, അങ്ങനെ ഒരു വലിയ ഇൻട്രാക്ഷനൊന്നും എനിക്കില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാനൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ വിഷനോ ഒക്കെ വളരെ ഇൻട്രാക്റ്റീവായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ മരിച്ച സമയത്തും ഒക്കെ സമാധാനമായിട്ടിരിക്കണം എന്നൊക്കെ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു, ഇങ്ങനെ പറയേണ്ടതെന്നറിയില്ല, അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സാഗരം സാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ടല്ലോ, സുകന്യ അവരും അദ്ദേഹം, അതിൽ ഒരു സ്വർഗമെന്ന്, അതൊരു ഉഗ്രം പാട്ടാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ചെയ്ത ഒരു പാട്ടും കൂടെയാണ്. അപ്പം അതൊന്ന് കേൾക്കാൻ തോന്നുന്നു എനിക്ക്. ആക്ഷൻ ഹീറോ ബിജു, അത് കുറച്ച് സീനേ ഉള്ളൂ, പക്ഷേ നമ്മളെല്ലാവരെയും കണ്ണു നനയിച്ചു. എന്നൊക്കെ സിനിമയിലെ ആ അമ്മയുടെ ക്യാരക്ടറാണ്. ആ അമ്മയുടെ പേര് പോലും ഒരു പക്ഷേ എല്ലാവരും ഓർക്കണമെന്നില്ല, പക്ഷേ ആ അമ്മയെ എല്ലാവരും മനസ്സിൽ കൊണ്ട്, ഹരീന്ദ്രന്റെ വൈഫ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതെ, പക്ഷെ അങ്ങനെ ക്യാരക്ടറിന്റെ പേര് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പറ്റില്ല. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റിലും അങ്ങനെ തന്നെയാണ്, ഹരീന്ദ്രന്റെ വൈഫ് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു വൈഫ് എന്നതിനപ്പുറത്തേക്ക് ഒരു അമ്മയായിരിക്കും ആൾക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു റോള് സെലക്ട് ഇത് പറഞ്ഞു വരുമ്പം കുറേ വർഷത്തിന് ശേഷം ഞാൻ എബ്രിഡ് ഷൈൻ ആണെന്ന് പറഞ്ഞിട്ട് 1983 എന്ന് പറഞ്ഞൊരു മൂവിയുടെ അയ്യോ, ഞാൻ ആ മൂവി കണ്ട് വളരെ ആസ്വദിച്ച് നിവിൻ പോളി എന്നുള്ളൊരു വ്യക്തിയെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹി വാസ് വെരി യങ് ആ സിനിമ ചെയ്യുമ്പോൾ. അതൊരു അച്ഛൻ ക്യാരക്ടറൊന്നും ചെയ്യണ സമയമായിരുന്നില്ല, അങ്ങനെ ആരും അതിനുവേണ്ടി പുറപ്പെടാറുമില്ല ആ ഏജിൽ. കഷണ്ടിയൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്ന് വെച്ചാൽ അതൊരു വലിയ ജേണിയാണ് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഇമേജ് ഇല്ലാതെ ഞാൻ എന്തിനും റെഡി എന്ന് പറയുന്ന യങ് ആക്ടേഴ്സിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞാൻ ചോദിച്ചാൽ എന്താണ്, ഇല്ല ഞാനൊരു സിനിമ ചെയ്യാണ്, ആക്ഷൻ ഹീറോ ബിജു എന്നാണ് സിനിമയുടെ പേര്, നിവനാണ്. അപ്പോൾ ചേച്ചി അതിനകത്തൊരു റോള് ചെയ്യാനായിട്ടാണ്, ഒരു അമ്മയുടെ റോളാണ്. അപ്പം ഞാൻ പൊതുവേ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ പലപ്പോഴും ഈ മെലിഞ്ഞിരിക്കുമ്പോൾ ഒരു അമ്മ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഫീല് വേണമല്ലോ എന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ മോൾ എനിക്ക് തോന്നുന്നു 6th അവളും അത്ര ആയിട്ടില്ല. എന്നെ കണ്ട് ചെറുതെന്ന് തോന്നരുതല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എവിടെയാണ് ഷൂട്ടിംഗ് നടക്കണത്? കൊച്ചിയിൽ. അപ്പം ഞാൻ കൊച്ചിയിലുണ്ട്, ഞാൻ ലൊക്കേഷനിലേക്ക് വരാം. അപ്പം എൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു വെച്ചാൽ, എന്നെ കാണുമ്പോൾ പറയും, അയ്യോ ചേച്ചി സോറി ചേച്ചി, ഞാൻ ചേച്ചി തടിച്ചിട്ടൊക്കെ ഇരിക്കും എന്ന് വിചാരിച്ചു, ഒരു അമ്മയുടെ റോളിൽ എന്ന് വിചാരിച്ചു. നമുക്കെപ്പോഴും സിനിമ ബെറ്റർ ആയിരിക്കണം. ഞാൻ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള എൻ്റെ എപ്പോഴത്തെയും, ഇപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഞാൻ കാണും, ഞാൻ കളിക്കുന്നുണ്ടോ എന്നുള്ള എൻ്റെ മാറ്ററേ അല്ല, ആ പ്രോഗ്രാം നന്നാവണം. അതിന് എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവാൻ പറ്റിയാൽ ഞാൻ അതിന് വേണ്ടി, വെദർ സംബഡി ആസ്ക് മീ, സംടൈംസ് അതെനിക്കൊരു ചിലപ്പോൾ പ്രശ്നമാവാറുണ്ട്. കാരണം ഞാൻ ഒരാളെ ചോദിക്കുന്നതിന് മുൻപേ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ചിലപ്പോൾ നല്ലതും അല്ലാതെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഐ ആം ലൈക്ക് ദാറ്റ്. ഞാൻ ചെന്നപ്പോൾ ഷൈനൊന്നും പറയുന്നില്ല. ഷൈൻ ഷൂട്ട് ചെയ്യുന്നു, അവിടെ എന്തോ ഒരു കോട്ട് സീൻ എന്നാണ് ഷൂട്ട് ചെയ്യണത്. കുറേ നേരം ഷൂട്ട് ചെയ്യുന്നു, ഒന്നും പറയുന്നില്ല എന്നോട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിക്കോട്ടെ ഷൈൻ, അപ്പോൾ ചേച്ചി എന്നാ ഷൂട്ട്? അപ്പോൾ ഞാൻ അപ്പോൾ ഫിക്സ് എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണ്. അപ്പം നിവിനും ഉണ്ടായിരുന്നു, ചേച്ചി ചെയ്യൂ, നല്ല ക്യാരക്ടറാണ്. അപ്പം ഞാൻ ആകെ ചോദിച്ചത്, ഷൈൻ എന്താണ് എന്നെ എന്ന് വെച്ചാൽ, ആരും അങ്ങനെ കുറേ നാളായിട്ട് വിളിക്കാതിരുന്നൊരു സമയത്തായിരുന്നു ഷൈന്, ചേച്ചി ഞാൻ 1 മാസത്തോളം നമ്പർ തപ്പിയിട്ടാണ് ഞാൻ ചേച്ചിയെ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താണ് എന്നെ അങ്ങനെ ഓർക്കുക? ഞാൻ ചേച്ചിയുടെയൊക്കെ മുഖം എപ്പോഴും സ്ക്രീനിലുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർ. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓണറാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞു. ഇപ്പം 2 സീനുകൾ, അതായിരുന്നു എൻ്റെ അടുത്തൊരു സ്കെപ്റ്റിക്കലായിട്ട് എനിക്ക് തോന്നിയത്. ഷുഡ് ഐ ഡൂ ഇറ്റ് ഓർ നോട്ട്? അത് ഒരു 2 സീനല്ലേ ഉള്ളൂ, അതിലെന്ത് കാര്യം എന്നായിരുന്നു എൻ്റെ മനസ്സ് തോന്നിയത്. അതും ഷൈൻ എനിക്ക് ഉടച്ചു തന്നു. ആ സമയത്ത് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഷൈൻ്റെ ലാപ്ടോപ്പിൽ നമ്മുടെ ആക്ടർ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സീൻ കാണിച്ചു തന്നു. ഞാനങ്ങ്, എനിക്ക് പറയാൻ അറിയുന്നില്ല എങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇരുന്ന് കണ്ടുപോയി. അത്രയും ഭംഗിയായിട്ട് കോമഡി റോൾസ് ചെയ്തിരുന്ന ഒരു ആക്ടറിനെ ഇത്ര നന്നായിട്ട് ഒരു ക്യാരക്ടർ റോളിലോട്ട് പ്ലേസ് ചെയ്യാൻ ഷൈനും കഴിഞ്ഞെങ്കിൽ
അങ്ങനെ ഒരിടത്തല്ലേ ഞാൻ അഭിനയിക്കേണ്ടതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ അതിന് പ്രതിഫലം പോലും വാങ്ങിച്ചിട്ടില്ല. ഇന്നും എനിക്കറിയില്ല പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നും അങ്ങനെയാണ് കലാകാരന്മാർ. നമ്മൾ എവിടെ വാണ്ടഡ്, അത് എനിക്ക് എൻ്റെ ഒരു ബേസിക് ക്യാരക്ടറും കൂടെയാണ്. വേർ ഐ എം വാണ്ടഡ്, അവിടെ ഞാൻ ഉണ്ടാവണം, അവിടെ മാത്രമേ ഞാൻ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം നമ്മൾ വേണമെന്ന് ചിന്തിക്കുന്നിടത്താണല്ലോ നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ ക്യാരക്ടർ ഇത്ര ഭംഗിയായിട്ടും. ഷൈൻ എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് തന്നിരുന്ന ഇൻസ്ട്രക്ഷൻ, നോക്കരുത് നിവിനെയോ വേറെ ഒരു, കാരണം കള്ളം പറയുന്ന ഒരു അമ്മയാണ്. അപ്പം ആ പറയുമ്പം കണ്ണിനൊരു ചലനം വേണ്ട, കണ്ണാണ് നമ്മുടെ കള്ളത്തരം കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ സീനിൽ എനിക്ക് തന്നെ തോന്നി, ഷൈൻ അത് വല്ലാണ്ട് എനിക്കൊരു അന്ധയായിട്ട് തോന്നുന്നു. അങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ അമ്മ സ്റ്റേൺലി മനസ്സിൽ കള്ളത്തരം പറയുകയാണ് ആ മകനെ രക്ഷിക്കാനായിട്ട്. എല്ലാ അമ്മമാരും ചെയ്യുന്നുണ്ട് ഇല്ലേ? ഏതൊരു അമ്മയും മകനെയും മകളെയും രക്ഷിക്കാനായിട്ട് അവരുടെ ജീവിതത്തിലുടനീളം പല സന്ദർഭങ്ങളിൽ അച്ഛനോടും അമ്മൂമ്മമാരോടും അപ്പൂപ്പന്മാരോടും ജനങ്ങളോടും ഒക്കെ കള്ളം പറയാൻ. കാരണം മകനെയോ മകളെയോ വിട്ടുകൊടുക്കുന്ന ഒരു അമ്മയില്ല. ഒരു അമ്മയുടെ ത്യാഗം എന്ന് പറയുന്നത് അവനോ അവളോ ഏറ്റവും നന്നാവും, എൻ്റെ മകൻ നശിക്കില്ല, എൻ്റെ മകൾ നശിക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഒരു അമ്മയ്ക്ക് കഴിഞ്ഞാലാണ് അച്ഛനുണ്ടാവുന്നത്. ആ ഒരു വിശ്വാസം ഈ അമ്മയ്ക്കുണ്ട്. എന്നോട് ഒരുപാട് പേര് ആ സെക്കൻഡ് സീനിനെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെയാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് പിൻഗാമിയിലൊരു സീൻ ഇതേമാതിരി. ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഒരു മുഴനീള പടത്തിനേക്കാളും പലരും എന്നോട് ഈ 2 സീൻസ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സിൻ്റെ ഭാഗമാക്കായിട്ട് ഉണ്ടാവണം എന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ക്യാപ്റ്റൻ വിജയ് മേനോൻ മേരിയെ കാണുന്ന സീനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ഞാൻ പറഞ്ഞല്ലോ, ഈ പാട്ടുകൾ ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു പാട്ട് ഓർമ്മ വരുന്നത് കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമയിലെ നമ്മുടെ ലതിക ടീച്ചർ അധികം ഈ പവിത്രത്തിന്റെ കഥ പറഞ്ഞ മാതിരിയാണ്. ആ പാട്ടൊന്നും മായുന്ന പ്രശ്നമേ ഇല്ല. ഔസേപ്പ് സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ, അതിലെല്ലാ പാട്ടുകളും അതിഗംഭീര പാട്ടുകളാണ്. എന്നാൽ ഈ പാട്ട് അതിന്റെ പിക്ചറൈസേഷൻ ആയിരുന്നാലും ശരി, മമ്മൂക്ക ആയിരുന്നാലും ശരി, സരിത മാഡം ആയിരുന്നാലും ശരി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഭരതൻ സാറിന്റെ അല്ലേ. അതിനകത്ത് ഒരു നെഗറ്റീവ് റോളാണ് ഇന്നസെന്റ് ഏട്ടൻ ചെയ്യണത്. ഇപ്പൊ കാണുമ്പോഴാണ് അതിന്റെ ഒരു അന്ന് ഇത്രയും ഒരു വെറുപ്പുണ്ടാക്കിയ ഒരു ക്യാരക്ടർ. സോ ആ കാതോട് കാതോരത്തിലെ ഒരിക്കലും മരിക്കാത്ത കാതോട് കാതോരം എന്ന പാട്ട് തന്നെ ഒന്ന് ഭയങ്കരം പാട്ടാണ്. 91 കലാതിലക പട്ടം നേടിയ ഒരാള് പിന്നീട് അതിന്റെ പിന്നിലുള്ള വേദികൾ എന്ന് മാത്രമല്ല, ഇപ്പൊ കൂടുതൽ മലേഷ്യയിലായതുകൊണ്ടും എന്ന് മാത്രമല്ല, അത്തരത്തിൽ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന ഒരുപാട് യൂത്ത് ഫെസ്റ്റിവലുകളിൽ വളരെ കാര്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ജഡ്ജായും നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പലേറ്റ് അതോറിറ്റിയായും ഒക്കെ. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ 91 വിജയിച്ച കുട്ടി എങ്ങനെയായിരിക്കും നോക്കിക്കാണ്? ഈ ജേർണി ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. അതിനാണ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ അടുത്ത കുഞ്ഞുമക്കളോട് പറയാൻ, അല്ലെങ്കിൽ അടുത്ത തലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ഓട്ടപ്പാച്ചല്ല അതുകൊണ്ട് ഒന്നും നമുക്ക് സെൻസിബിളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നേടണം, ഇത് നേടണം, മറ്റേ സമ്മാനം നേടണം, ഈ സമ്മാനം നേടണം, ഞാനാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുക. നമുക്ക് മുൻപിലും പിൻപിലുമായിട്ട് ഒരുപാട് നമ്മളെക്കാളും അത്ര വലിയ ഒരു ഫ്രെറ്റേണിറ്റിയുടെ ഒരു ചെറിയ തുള്ളിയെന്നും കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനേക്കാൾ ഒരു ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ. 91 കലാതിലകം ആയ സമയത്ത് പോലും കലാതിലകം എന്ന് പറയുന്ന ഒരു പട്ടത്തിൻ്റെ അഹങ്കാരം തലയിൽ കയറാതിരിക്കാൻ ഞാനും അമ്മയും എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, കാരണം അന്നേ ഇതൊരു ചെറിയ സ്റ്റെപ്പ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടേ നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റൂ. നമുക്കും കുറച്ചൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റും. അതാണ് ആകെ അതുകൊണ്ടുള്ളൊരു. പിന്നെ ഞാൻ ഇന്നും പറയുന്നു, ഈ 1, 2, 3 സ്ഥാനങ്ങൾ ജീവിതത്തിൽ എവിടെയുമുണ്ട്. 100 പേര് കളിച്ചില്ല, ഞാൻ 100ാമത്തെ സ്ഥാനമാണെങ്കിൽ 100ലാണ് ഞാൻ നിൽക്കുന്നതെന്നറിഞ്ഞാൽ മാത്രമേ അടുത്ത പ്രാവശ്യം 99ഉം അതിനുശേഷം 90ഓ 80ഓ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ 1 ആവണമെങ്കിൽ ഞാൻ 100ലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയണം. ആ അറിവ് തിരിച്ചറിവായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫെയിലിയർ എടുക്കാൻ സാധിക്കണം. അതിനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതിപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലില്ല. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്. അത് ഞാൻ പലതവണ സംസ്ഥാന സർക്കാരിനോടും മന്ത്രിമാരോടും ഒക്കെ, അത് നമ്മൾ അതിൻ്റെ മേലാടെ മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ തന്നെ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോഴാണ് പണ്ടൊക്കെ നമ്മൾ മനപ്പാഠം ബൈ ഹാർട്ട് പഠിച്ച് തകർക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം ഒരു കാര്യത്തിനെ. ദർ ആർ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അതൊരു കുട്ടിയുടെ ചിന്തകളെ എങ്ങനെയൊക്കെ വികസിപ്പിച്ചെടുക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
അതുപോലെ തന്നെയാണ് കലയിൽ. നമ്മളിപ്പോൾ ഒരു സബ് ഡിസ്ട്രിക്റ്റിനോ ഡിസ്ട്രിക്റ്റിനോ സ്റ്റേറ്റിനോ പങ്കെടുക്കുന്നത്, ഒന്ന് നമുക്ക് പല ഗുരുക്കന്മാരുടെ കീഴിൽ പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന്, ഞാൻ ഇവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ പല കലാകാരന്മാരുടെ സ്റ്റൈലുകൾ മനസ്സിലാക്കാൻ, അവർ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പൊതുവേദിയാണ്. അവിടെ നമുക്ക് ഒന്നെത്തിയാൽ വളരെ സന്തോഷം. പക്ഷെ നമ്മൾ അവിടെ 15ാമത്തെ എത്തിയാലും ആ കുട്ടി ഒരു വലിയ കലാകാരിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പല കുട്ടികൾക്കും അവരുടെ പ്രായത്തിൽ അവർക്കത് ചിലപ്പോൾ നേടാൻ സാധിക്കില്ല. അത് എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെയും ഗുരുക്കന്മാരുടെയും പാരൻസിൻ്റെയും ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ്. അത് മറക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് 91 കലാതിലകമായ എൻ്റെ ഒരു എളിയ അഭിപ്രായം. പിന്നെ കലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ഇൻറ്റൻസ് ആക്കുന്നു, പലപ്പോഴും അത് വളരെ ചുരുക്കമായിട്ട് കാണുന്ന. ശരിയാണ്, കാലത്തിനൊത്ത് നമ്മൾ ഓടണം, പക്ഷെ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രെയിമിൻ്റെ പുറത്തായി പോരുത്. എല്ലാ കലാരൂപത്തിനും നമ്മുടെ മുൻപിൽ നടന്ന ലെജൻഡറി ഗുരൂസ് ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്രെയിമാണ് ഭരതനാട്യം എന്ന പേരിലും കുച്ചിപ്പുടി എന്ന പേരിലും അല്ലെങ്കിൽ നാടൻ നൃത്തങ്ങൾ എന്ന പേരിലും. ഇപ്പോൾ ഫോക്ക് ഡാൻസ് തന്നെ എടുത്താൽ ഫോക്ക് ഇല്ല അതിനകത്ത്. ആ നാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ് നാടൻ പാട്ട് അല്ലെങ്കിൽ നാടൻ നൃത്ത രൂപങ്ങൾ നമ്മൾ പറയണത്. ആ നാടൻ രൂപം അല്ല നമ്മളിപ്പോൾ കാണുന്നത്. ക്ലാസിക്കൽ മിക്സ്ഡ് ആയിട്ട് ഒരു കണ്ടംപററി ആയിട്ടാണ്. അതല്ലല്ലോ നാടോടി നൃത്തം, അല്ലെങ്കിൽ അതിന് കണ്ടംപററി എന്നുള്ളൊരു പേരാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിവില്ല ആ ഏജിൽ. ഇപ്പം എനിക്ക് എൻ്റെ ഈ ഏജിലുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ, അല്ലേ? ഞാൻ എൻ്റെ 70-80 വയസ്സിലാണ് എനിക്ക് 80 വയസ്സിൻ്റെ എക്സ്പീരിയൻസ് വരുള്ളൂ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അപ്പോൾ അതാത് ഏജിനുള്ള എക്സ്പീരിയൻസ് മാത്രമേ കുട്ടികൾക്കുള്ളൂ. എക്സ്പോഷർ അല്ല ഞാൻ പറയുന്നത്. ആ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് ഗുരുക്കന്മാരും അധ്യാപകരും നമ്മുടെ സൊസൈറ്റിയും തന്നെയാണ് അടിക്കേണ്ടടുത്ത് അടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചെറിയൊരു അടി ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു തെറ്റിൽ നിന്ന് ആ കുട്ടിയെ തിരുത്താൻ സാധിച്ചെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എനിക്കിപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് ഞാൻ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രം ഓർക്കുന്നവരാണ്. പക്ഷെ എല്ലാവരും നമുക്കെതിരാണെന്ന് തോന്നണ്ട. അങ്ങനെ ഒരു ലോകമില്ല. നമുക്ക് ചുറ്റിലും 10 പേരുണ്ടെങ്കിൽ 10 പേരും ശത്രുക്കളല്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? ഞാൻ ശ്രേയ ഘോഷാലിന്റെ, എല്ലാ മലയാളികളെ പോലെയും ശ്രേയ ഘോഷാലിന്റെ, എല്ലാ ഇന്ത്യക്കാരെയും പോലെ, കറക്റ്റാ, ഇന്ത്യക്കാരെ പോലെ, ശരിയാ, അത്രയും വലിയൊരു ഫാൻ. പ്രത്യേകിച്ച് അവർ മലയാള ഭാഷയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രൊനൗൺസിയേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഒരു ബംഗാളിയാണെന്ന് നമുക്ക് ഒരു കാലത്തും പറയാൻ പറ്റാത്ത രീതിയിലൊരു പ്രൊനൗൺസിയേഷൻ. അതൊരു കലാകാരി എന്ന നിലയിൽ അവരൊരു ഡെഡിക്കേഷനാണ്. ഞാൻ വളരെ മീറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. സോ ശ്രേയ ഘോഷാലിനോടുള്ള സ്നേഹം, അവർ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, എന്നാലും പ്രണയത്തിലെ നമ്മുടെ ചേട്ടച്ചനും കൂടെ അതിനകത്തുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് ഓർത്തുകൊണ്ട് പ്രണയത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്, ആ പാട്ട് അല്ലെ? ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പേ ഒരു വരി പറയാനുള്ളത്, മലയാളികൾക്ക് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന ലെജൻഡറി ആക്ടറിനെ, വ്യക്തിയെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം ഒന്നിൽ ലാലേട്ടാന്നോ ലാൽ സാറെന്നേ വിളിക്കാൻ പറ്റൂ. ഒരേ ഒരാൾക്ക് മാത്രമാണ് ചേട്ടച്ചെന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ അദ്ദേഹത്തിന് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ഒരു കുഞ്ഞ് അഹങ്കാരം, അത് സംഭവം അത് അങ്ങനെ തന്നെ അങ്ങ് വഴങ്ങി പോവാണ്, നോട്ട് ഇന്റൻഷനലി. ബട്ട് ചേട്ടച്ചൻ ഇസ് ഓൾവേസ് മൈ ചേട്ടച്ചൻ. നമുക്ക് പാട്ട് കേൾക്കാം. അതായത് കോവിഡ് സമയത്ത് കുറേ കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ CV ആനന്ദ് ബോസ് സാറിന്റെ നിർദ്ദേശപ്രകാരം ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. അത് എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതായത് അത്രയും ആർട്ടിസ്റ്റ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന കയ്യടിയുടെ 10 മടങ്ങ് തിരിച്ചു കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പൊ ആക്ടേഴ്സ് ചിലപ്പോൾ സിനിമയിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ ഫീൽഡിലും, ഇപ്പൊ ഡാൻസ്, ഇപ്പം എന്നെ ചൂസ് ചെയ്യാൻ തന്നെ കാര്യം, ഞാൻ സ്റ്റേജ് പെർഫോമറാണ്, ആസ് ആൻ ആക്ടർ, സ്ക്രീൻ, ബോത്ത് ദ സ്ക്രീൻസിലുള്ള, അങ്ങനെ പല മേഖലകളിൽ ഞാൻ കൈകാര്യം ചെയ്തത് കൊണ്ടാണ് ബോസാറിനെ പോലൊരു വ്യക്തി ഞാൻ തന്നെ കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ എഴുതി ഒരു ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഡാൻസും പാട്ടും നാടകവും സിനിമയും സീരിയലും ഒക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ എക്സ്പീരിയൻസ് വാട്ട് എവർ ഐ ഫെൽറ്റ്, അതായത് ഏകദേശം 300ഓളം വെബിനാർസ് നടത്തി. അന്ന് വെബിനാർസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ഓരോ മേഖലകൾ തിരിച്ച്, മിമിക്രി, സ്റ്റേജ് പെർഫോമേഴ്സ്, ആക്ടേഴ്സ്,
ഓരോ വിഭാഗത്തിലെ ആക്ടേഴ്സ്, നാടകത്തിലുള്ളവർ, അങ്ങനെ ഓരോ വിഭാഗം തിരിച്ച് അന്നാണ് ശരിക്കും എനിക്കും റിയലൈസേഷൻ ഉണ്ടാവുന്നത്. കലാകാരന്മാർക്കൊരു ഫുട്ടിംഗ് ഇല്ല, ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ജീവിതമില്ല. നാളെ എങ്ങോട്ട് നമ്മുടെ യാത്ര എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഓർത്തപ്പോഴാണ് ഇങ്ങനൊരു, എന്താ പറയുക, അതൊരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. സംഗീത് നാടക അക്കാദമി പോലുള്ള എല്ലാ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കോർത്തിണക്കിക്കൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഇത് പ്രൈം മിനിസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരമാണ് തുടങ്ങിയത്. അങ്ങനെയാണ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അനന്തബോസ് ആയിരുന്നു വൺ മാൻ എക്സ്പെർട്ട് കമ്മീഷനായിട്ട്, അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഇപ്പോഴും അതിന്റെ ഭാഗഭാക്കായിട്ട് നിന്നുകൊണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് തിരിച്ച് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റേജസ് ആയിട്ടാണ് ഗവൺമെന്റിൽ അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഓരോ സ്റ്റേജ് ആയിട്ട് അവർക്ക് ഓരോന്ന്, ഇപ്പം നാഷണൽ ടെലിവിഷൻ ആയിട്ടും ഇന്റർനാഷണൽ ടെലിവിഷൻ ആയിട്ടും അങ്ങനെ ഓരോ മീഡിയയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ റെക്കമെൻഡേഷൻസ്, ഞങ്ങൾ അന്ന് ഒരു 251 റെക്കമെൻഡേഷൻസ് ആണ് കൊടുത്തിരുന്നത്. കലാകാരന്മാർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ലൈഫ്, അതായത് എന്ത് പ്രതിസന്ധി വന്നാലും ഒരു സ്റ്റൈഫൻഡ് പോലെ കൊടുക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാക്കുക, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. എൻ്റെ മകള് പറഞ്ഞൊരു അനുഭവമുണ്ട്. അവൾ റീസെൻ്റ്ലി ഭോപ്പാലിൽ മോഹിനിയാട്ടത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അവള് അവിടുത്തെ പത്മശ്രീ കിട്ടിയ ഒരു പെയിന്ററിന്റെ വീട്ടിൽ പോയി. നേഹയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. ഒരു ചെറിയ വീട്, അതിനകത്ത് തന്നെ ഒരു ചെറിയ കിച്ചൺ, ഒരു പെയിന്റിങ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്ഥലം, പത്മശ്രീ കിട്ടിയ വ്യക്തിയാണ്. നമ്മൾ എവിടേക്കാണ് ഈ കലാകാരന്മാരുടെ പോക്കെന്ന് ചിന്തിക്കുമ്പോൾ, ഇത്രയും വലിയ അനുഗ്രഹീത കലാകാരന്മാരുടെ നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ട് അവർക്ക് വേണ്ട ഒരു ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ ഫെയിലിയർ അല്ലേ? നമ്മൾ കൾച്ചറിനെ പറ്റിയും സംസ്കാരത്തിനെ പറ്റിയും പൈതൃകത്തിനെ പറ്റിയും വാതോരാതെ സംസാരിക്കുന്ന വ്യക്തികളല്ലേ നമ്മളെല്ലാവരും. പക്ഷെ പലപ്പോഴും നിജസ്ഥിതിയിൽ അതല്ല നമ്മൾ മുമ്പിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ അവരുടെ ഒരു ജീവിത സാഹചര്യം കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തുക. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, ഇപ്പോൾ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് ഒരു യൂണിവേഴ്സൽ ID കാർഡ് പോലെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അവർക്കൊരു ചെറിയ ഒരു ഇത് കൊടുത്താൽ തന്നെ അവരുടെ ജീവിതം ബെറ്റർ ആക്കാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 251 റെക്കമെൻഡേഷൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. താങ്ക്ഫുള്ളി പ്രൈം മിനിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു വരുന്നതിൻ്റെയും സന്തോഷം ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ഞാനിവിടെ പറയുകയാണ്. കാരണം ഇതൊരു കൂട്ടായ്മയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ മാത്രമോ അല്ലെങ്കിൽ ഒരു 10-20 പേരോ അല്ലെങ്കിൽ ഒരു ഫ്രട്ടേണിറ്റി മാത്രം ചിന്തിച്ചാൽ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊരു കൂട്ടായ്മയോടുകൂടി നാളെ ഒരു ബെറ്റർ വേൾഡ്, നമ്മളെല്ലാവരുടെയും ചിന്ത അങ്ങനെയാണല്ലോ, ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അതിൻ്റെ ഭാഗമാക്കായിട്ട് എനിക്ക് തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയ കാര്യം എന്നേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടാലോ? SPB എൻ്റെ നല്ല ലോകത്തുള്ള എല്ലാവരുടെയും ഫേവറേറ്റ്. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു മരണമാണ് അദ്ദേഹത്തിൻ്റെ. ഞാൻ ഇങ്ങനെ വാവിട്ട് കരഞ്ഞിട്ടുള്ളൊരു വ്യക്തിയില്ല. എനിക്ക് അങ്ങനെ അദ്ദേഹത്തിന് 1-2 തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ദൂരത്തൊന്നും കണ്ടോല്ല, അങ്ങനെ അടുത്തൊന്നും പോയി ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കണ്ണുനീരാണ് എൻ്റെ കണ്ണെന്ന് വന്നുകൊണ്ടിരുന്നത് അദ്ദേഹം മരിച്ചതിന് ശേഷം. എനിക്ക് അദ്ദേഹത്തിനോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത്രയും എനിക്ക് സ്നേഹമുള്ള SPBയെ മറന്നിട്ടൊരു പാട്ടില്ല. അപ്പൊ എൻ്റെ തന്നെ ഭീഷ്മാചാര്യർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ അനീഫ സാർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. എനിക്ക് അഗെയിൻ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ വലിയ ഇൻട്രാക്ഷൻ ഒന്നുമില്ല, ആ സിനിമയാണ് എൻ്റെ ഇൻട്രാക്ഷൻ. ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹനീഫ് ഖാ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിലും SPBയുടെ ഓർമ്മയ്ക്ക് മുമ്പിലും ഭീഷ്മാചാര്യയിലെ ചന്ദനക്കാറ്റയാണ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട്. ഇത് മനോജ് K. ജയനാണ് കോ ആക്ടറായിട്ട് അഭിനയിച്ചിരുന്നത്. അദ്ദേഹത്തിനെയും കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വെരി നൈസ് പേഴ്സൺ ആണ് മനോജും. അപ്പൊ അവരെല്ലാരെയും ഓർത്തുകൊണ്ട് ഭീഷ്മാചാര്യർ എന്ന സിനിമയിലെ സ്വർഗം ഇനി എനിക്ക് സ്വന്തം വെറും നല്ല രസമുള്ളൊരു പെപ്പി നമ്പറാണ്. ഡാൻസ് ചെയ്തിട്ടുണ്ട്. ദ ലെജൻഡറി കലാമണ്ഡലം വിമല മേനോന്റെ മകൾ എന്ന് മാത്രമല്ല, ആ ഒരു വലിയ ശിഷ്യ സമ്പത്തുള്ള എന്ന് മാത്രമല്ല, മോഹിനിയാട്ടത്തിൽ അല്ലെങ്കിൽ ഡാൻസ് ഫോംസിലെല്ലാം തന്നെ റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള, അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ടുള്ള, അതിൻ്റെ അകത്ത് ദീർഘമായ കച്ചേരികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരാളുടെ മകൾ. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ്? എല്ലാ പ്രോഗ്രാംസിലും അങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വരുത്തണം. ഇപ്പം ഞാൻ നേരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1 മണിക്കൂറിനകത്ത് തന്നെ നമ്മൾ പലതും ചിന്തിച്ചിരുന്നു. എൻ്റെ തീസിസ് ആണെങ്കിലും ശരി, എൻ്റെ പ്രോഗ്രാംസ് ആണെങ്കിലും ശരി, ഇപ്പം ഞാൻ ചെയ്ത സീനിയർ ഫെലോഷിപ്പ് ആണെങ്കിലും, ഇത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ മാത്രമേ അടുത്തൊരു തലമുറയ്ക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അമ്മ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയെങ്കിലും അമ്മയുടേതായിട്ടുള്ള ഒരുപാട് ചിട്ടവട്ടങ്ങൾ എല്ലാ ഡാൻസ് ഫോമിലും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അന്ന് കുച്ചിപ്പുടി ഉണ്ടായിരുന്നിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കും ഞാൻ മോഹിനിയാട്ടം മാത്രം ചെയ്താൽ മതി എന്ന് ചിന്തിച്ച് വെറുതെ വീട്ടിലിരുന്നിരുന്നെങ്കിൽ കുച്ചിപ്പുടി എന്നൊരു ഡാൻസ് ഫോം കേരളത്തിലേക്ക് തന്നെ വരില്ല. നമ്മളെപ്പോഴും അമ്മയെ കാണുന്നത് മോഹിനിയാട്ടത്തിൽ ഒരുപാട്
അല്ല, അന്ന് അതർ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കുച്ചിപ്പുടി എന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രധാന വ്യക്തി അമ്മ തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ എന്തോ ഒരു ആവശ്യത്തിന് അമ്മയുടെ ഒരു ബയോഡേറ്റയുടെ എന്തോ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കുത്തിയിരുന്ന് എത്ര ഡാൻസ് ഫോംസ്, എത്ര ഐറ്റംസ് അമ്മ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ 70-78 വർണ്ണങ്ങൾ തന്നെ. എന്നുവെച്ചാൽ ഞാൻ അത്രയും പഠിച്ചിട്ടില്ല. ഞാൻ ഈ 78 വർണ്ണം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുക, ഈശ്വര, ഇതൊന്നും ഡോക്യുമെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. കാരണം ഇത് ഒരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആയിക്കോട്ടെ, അന്നൊക്കെ അത്രയും ഗവൺമെന്റിന്റെ തന്നെ അത്രയും ടൂറിസത്തിന്റെ ആയിട്ടും അങ്ങനെ പല പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട്. ഒന്നിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം, അല്ല വിഭിന്നമായിട്ട് നിൽക്കണം. പിന്നെ അന്നത്തെ ആസ്വാദകരും, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ സാറ്, എനിക്ക് ഓർമ്മയുണ്ട്, ഈ ശാന്താകാരം ഭുജഗശയനം എന്ന് പറഞ്ഞ ശ്ലോകം നമ്മൾ ചെയ്യുമ്പോൾ സാർ അവിടെ ഇരുന്ന് പാടുന്നത് എന്റെ മെമ്മറിയിലുണ്ട്. ഫ്രണ്ടിലിരുന്ന് സാറ് പാടും. അന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകം എടുക്കാൻ കാര്യം സാറാണെന്ന്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം, അത്രയും ഭക്തനായത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഗുരുതുല്യരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരളമാണ്, എന്നാലും ഉണ്ട്. അപ്പൊ ഒരു കലാകാരന്റെ മനസ്സിനൊരു സ്പാർക്ക് വേണം. ഇപ്പം ഞാൻ മലേഷ്യ പോയ സമയത്ത് ഞാൻ നോക്കിയപ്പം ഞാൻ 2021 മലേഷ്യയിൽ ആദ്യമായിട്ട് പോകുന്നത്. സോ വിച്ച് മീൻസ് 25 years ഇൻ മലേഷ്യ. അത് എനിക്ക് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ചെയ്തപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മാഡം ഏൻ നീങ്ക മോഹിനിയാട്ടം എപ്പിടി പண்றீங்க? അപ്പം എനിക്ക് ടെൻഷൻ ആയത് എന്താ അറിയോ, ഈ അമ്മ ഇല്ലാതെ കളിക്കുമ്പോൾ സാധാരണ അമ്മ എപ്പോഴും ഒരു ഓർക്കസ്ട്രയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അമ്മയാണല്ലോ എപ്പോഴും പ്രോഗ്രാമിനൊക്കെ. ഞാൻ ചോദിച്ചാ ഞാൻ ചെയ്തതൊക്കെ മോശമായി, അങ്ങനെ വൃത്തിയോടായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ വീഡിയോ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കണം, എന്തോ ഞാൻ ചെയ്തു കേട്ടോ, ശരിയായിട്ടില്ല. അപ്പം എനിക്ക് ആകെ വിഷമായി, കാരണം അമ്മയില്ലാതെ കളിച്ചതിൻ്റെ ആയിരിക്കും, എല്ലാം തെറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ഞാൻ എന്നെ തന്നെ പഴി പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ എന്താ അവിടെ കളിക്കുന്നത്, വെള്ള സാരി ഉടുത്ത് ഭരതനാട്യവും ജൽസരം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭരതനാട്യത്തിൽ ഒരു വർണ്ണം കഴിഞ്ഞാൽ അതാണ് മോഹിനിയാട്ടം. കോസ്റ്റ്യൂമേ മാറുന്നുള്ളൂ. അതിപ്പം മോഹിനിയാട്ടം ഡ്രസ്സൊന്നും വേണമെന്നില്ല, വെള്ള കളർ സാരി മതി. അവിടത്തിൽ നിന്ന് ഞാൻ 2004 അവിടുത്തെ 10 കുട്ടികളെ സെലക്ട് ചെയ്ത്, അതായത് ഒരു 2.5 മണിക്കൂറോളം ദൈർഘ്യത്തിൽ 3 ദിവസം നിലനിൽക്കുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം തന്നെ ചിട്ടപ്പെടുത്തി 2004. അതൊരു വലിയ യാത്രയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് ഒരു പരിചയവും ഇല്ലാത്തൊരു സ്ഥലത്ത്, അവർക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത, ആകെ ഭരതനാട്യം ഒഡീസി മാത്രമാണ് അവിടെ ഫെമിലിയർ ആയിട്ടുള്ളത്. അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് സങ്കടം വരുമല്ലോ, അയ്യോ എന്റെ ഡാൻസ് ഫോം ആർക്കും അറിയുന്നില്ല, അവിടെ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് കുറച്ചു പേരെങ്കിലും അവിടെ മോഹിനിയാട്ടം കളിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഇപ്പോൾ ലോകമെമ്പാടും നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ കലാരൂപങ്ങൾ കളിക്കാനും കളിപ്പിക്കാനും ഞാൻ ഭാഗമാക്കാവുന്നിടത്ത് ഞാൻ ശ്രമിക്കുന്നതിന്റെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ കലാരൂപം അത്ര ഒരു ദൈവ സാന്നിധ്യമുള്ളതും അത്രയും ജനങ്ങളോടും മണ്ണിനോടും ചേർന്ന് നിൽക്കുന്ന കലാരൂപങ്ങളാണ്. അതിന് ഫാന്റസി കുറവാ, വളരെ ഡീപ്പ് റൂട്ടഡാ. ഇപ്പൊ നമ്മളൊരു കുട്ടി നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്, ആ കുട്ടി അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ടാണ്. ഹായ് ബൈ എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു സംസ്കാരം. തെറ്റെന്നല്ല ഞാൻ പറയണത്, അതും വേണം ഇതും വേണം എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു ബാലൻസിങ് വേണം. അപ്പൊ നേഹ ഓസ്ട്രേലിയ പഠിക്കാൻ പോയപ്പോഴും ഞാൻ പറയുന്നത്, നീ പഠിച്ച ആർട്ട് ഫോമിന് നീ എന്ത് വാല്യൂ കൊടുക്കുന്നു അതാണ് പുറത്തുള്ളവർ തരിക. അപ്പൊ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, ചീഫ് ജഡ്ജായിട്ട് പലയിടത്തും പോകുമ്പോൾ ഞാൻ പലയിടത്തും കാണുന്നത് ചെലങ്കയിട്ട് കുട്ടികൾ ചെരുപ്പിട്ട് നടക്കുന്നതാണ്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് തിരുത്തേണ്ടത്. അപ്പൊ ഞാൻ എവിടെ കണ്ടാലും, ഏത് സ്ഥലത്ത് ഞാൻ സ്റ്റേജിന്റെ മുകളിലിരുന്നാലും ഞാൻ താഴെ വന്നിരുന്ന കുട്ടികളോട് സംസാരിക്കും. കാരണം അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, എന്താ അങ്ങനെ ഇട്ട് നടന്നൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും, നടക്കുന്നവരുണ്ട്. പക്ഷെ അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഇപ്പൊ എന്റെ ഓർണമെന്റ്സ് ആയിരുന്നാലും എന്റെ ഡാൻസ് ഡ്രസ് ആയിരുന്നാലും അതെനിക്ക് വേണ്ട വിധത്തിൽ ഉതകുന്നത് കൊണ്ടാണ് എനിക്ക് പ്രോഗ്രാംസ് എക്സൽ ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് പലതും ഇളകിപ്പോയി, നമ്മൾ വേണ്ട വിധത്തിൽ അതല്ല ഡ്രസ്സ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ അതിനുള്ളൊരു ഭംഗി കുറവുണ്ടല്ലോ. ഇപ്പൊ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാതെ ഒരു നടനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നാൽ അത് മാത്രമാണോ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അല്ല. നമ്മൾ ഒരുപാട് മനോധർമ്മം, ഇപ്പം ഒരുപാട് പേരുടെ പെർഫോമൻസ് നോക്കി നോക്കിയാൽ മനോധർമ്മത്തിന്റെ ലിമിറ്റേഷൻസ് വിട്ട് ചെയ്യുന്നവർ പോലും ഉണ്ട്. തെറ്റാണോ എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പെർഫോമർ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതില് വേറെ ഒരാളുടെയും കൈകടത്തലില്ല എന്നുള്ള വിശ്വസിക്കുന്നു. ഇപ്പം ഗുരുക്കന്മാർക്ക് തന്നെ ഒരു പരിധിക്ക് മേലെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ ഇങ്ങനെ പറ്റുള്ളൂ എന്ന്. കാരണം ദ പെർഫോമർ ഡിസൈഡ്സ്. അതിനുള്ളൊരു വകതിരിവ് ഉണ്ടാക്കാൻ, അതിനൊരു എന്താ പറയുക, കോമൺ സെൻസസ് ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, കോമൺ സെൻസസ് ഇസ് നോട്ട് കോമൺ എനിമോർ എന്ന് പറയുന്ന പോലെ അത് കോമൺ ആക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എന്ത് കാര്യത്തിനും
ഓരോരുത്തരും എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എവിടെ എന്ത് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം, ഏത് സ്ഥലത്താണ് നമ്മൾ പോകുന്നത്, മൂത്തവരുണ്ടോ അല്ല ഇളയവരാണോ, കാലുമേൽ കാല് കയറ്റിയിട്ടിരിക്കണോ എന്നൊക്കെ ഉള്ളത് കയറ്റിയിട്ടിരുന്ന ഒരു തെറ്റുമില്ല. പക്ഷേ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് മൂത്തൊട്ടുള്ളവരെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുമ്പോട്ട് പോകാനാണ് എൻ്റെ താല്പര്യം. സോ ഐ വിൽ ഗോ ഇൻ ദാറ്റ് വേ എന്നുള്ളതാണ്. മൂന്നാമത്തെ തലമുറയിൽ ഇപ്പോൾ നേഹയും ഡാൻസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, വളരെ സീരിയസ് ആയിട്ട് തന്നെ. മൂന്നാമത്തെ തലമുറയിൽ ഡാൻസിന് താല്പര്യമുള്ള പെർഫോം ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ ഫീൽഡ് ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കിടെക്ട് ആണ്, മറ്റൊരു ഫീൽഡ് ഉണ്ടായിരുന്നിട്ട് കൂടി ഡാൻസിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരാളായി വരുന്നത് ഈ നടുക്ക് നിൽക്കുന്ന ആൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അമ്മയുടെ സംബന്ധിച്ചിടത്തോളം ഇത് 6ാമത്തെ തലമുറയായിരിക്കും അമ്മ പഠിപ്പിക്കുന്നത്. നേഹനെ നോക്കുവാണെങ്കിൽ, അതായത് അമ്മയുടെ സ്റ്റുഡൻസിന്റെ 6ാമത്തെ തലമുറയായിരിക്കണം നേഹ. എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്തായിരുന്നു വെച്ചാൽ എനിക്കൊരു മോള് വേണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം. കാരണം അത് ഡാൻസിനോടുള്ള സ്നേഹം തന്നെയാണ്. ഞാൻ നേഹയുടെ ഡാൻസിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാണുന്നത് അമ്മയ്ക്കുള്ള ഒരു ഗുരുസമർപ്പണമായിട്ടാണ് ഞാൻ അതിനെ എപ്പോഴും കാണുന്നത്. കാരണം ഞാൻ അവളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. പഠിക്കണം എന്ന് ഞാൻ ആശിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ അമ്മയുടെയോ എൻ്റെയോ ഒരു ഇഷ്ടം അവൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ശഠിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവൾക്ക് ഒരു പാത്ത് തുറന്നു കൊടുത്തു, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു കൊടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കലകൾ അങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പൊ സബ്ജക്ട്സ് പോലെയല്ല. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ മാത്സോ ലാംഗ്വേജസ് നമ്മളൊരു ബേസിക് ആയിട്ട് പഠിക്കുന്ന പോലെ അല്ല കല. അത് ജെന്യുവൻലി അകത്തൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് വേണം, ഒരു സ്പാർക്ക് വേണം, ഒരു താളബോധം വേണം. ഇതൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ജന്മന വേണ്ട ഒരു സാധനമാണ്. അതില്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. അത് ഞാൻ ആദ്യമേ മോളുണ്ടായപ്പോഴേ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്. വളരെ സ്ലോ ആയിട്ടാണ് അവൾ ഡാൻസ് ഫീൽഡിലേക്ക് വന്നത്. ഞാനും ആ സമയം അവൾക്ക് കൊടുത്തു. ഞാൻ ഒരിക്കലും എൻ്റെ കൂടെ കളിച്ചേ പറ്റൂ, ഇങ്ങനെ ചെയ്തേ പറ്റൂ, അങ്ങനെ. അവൾ ആ ഗ്രൂപ്പിൽ കളിച്ച് വന്നു. എനിക്ക് തോന്നുന്നു അഗർത്തലയിൽ കേന്ദ്ര സംഗീത് നാടക അക്കാദമിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അഗൈൻ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അന്ന് ചെയ്ത അഷ്ടദൈവങ്ങളെ കുറിച്ചിട്ടാണ് 40 മിനിറ്റ് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു അന്നാണ് അവള് ഒരു ട്രാക്കിലേക്ക് കയറിയെന്ന് എനിക്ക് ആസ് എ ടീച്ചർ തോന്നിയിട്ടുണ്ട്. പിന്നെ മെനക്കെടും. അതാണ് എനിക്ക് നേഹയുടെ കാര്യത്തിലുള്ള ഒരു വലിയ സന്തോഷം. എന്ത് ചെയ്താലും എങ്ങനെ, ചില സമയത്ത് അച്ഛൻ ഓവറും കൂടെയാണ്. പ്രത്യേകിച്ച് വരയ്ക്കുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ സ്ഥലം വെച്ച് ഇങ്ങനെ ഒരു 3-4 മണിക്കൂർ ഇരിക്കണ കാണാം. എനിക്ക് അത് കാണുമ്പം നേഹയുടെ ആ ഒരു പാഷനോട് വളരെ തൃപ്തി തോന്നാറുണ്ട്. എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് അവൾക്കില്ല. ആസ് എ ടീച്ചർ, ആസ് എ മദർ എനിക്ക് എപ്പോഴും സങ്കടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവൾ വളർന്നത് വേറൊരു സ്ഥലത്താണ്. കേരളത്തിലാണ് ജനിച്ചതെങ്കിലും മലേഷ്യയിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ ഉണ്ടാവുന്ന ഒരു വിവിധ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതൊന്നും നമുക്ക് മലേഷ്യയിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് 1-2 പെർഫോമൻസസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ അത്രയും എക്സ്പീരിയൻസും ഞാൻ മനസ്സിലാക്കിയെടുത്ത അത്രോളം ജനങ്ങളെ മനസ്സിലാക്കാനും സ്ലോലി വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ എങ്കിൽ പോലും ആ കുട്ടിക്കാലത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അവൾ മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയടുത്ത് റെഗുലർലി പഠിപ്പിക്കാൻ, ഞാൻ അമ്മയടുത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അടയാർ ലക്ഷ്മണൻ സാറിൻ്റെ ഭരതനാട്യവും വേമ്പട്ടി ചിന്നസത്യം സാറിൻ്റെ അടുത്ത് കുച്ചിപ്പുടിയും. എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ വെറും അടവുകൾ. ഈ 4 കൊല്ലവും ഐറ്റംസ് ഞാൻ പഠിച്ചിട്ടില്ല. എന്നെ പഠിപ്പിക്കേണ്ടെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ 4 കൊല്ലവും വെറും അടവുകളാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രയോജനം അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലാവില്ല ഏതൊരു സ്റ്റുഡൻറ്റിനും. നമ്മൾ ഈ ABCD എത്ര പ്രാവശ്യം പഠിക്കും. പല സ്റ്റുഡൻസും പലരും ടീച്ചർ പിന്നെയും ABCD ആണോ എന്ന് തോന്നുന്നവരുണ്ട്. പക്ഷേ ഈ ലെറ്റേഴ്സ് ആണ് വേർഡായിട്ടും, വേർഡ് പിന്നെ സെന്റൻസ് ആയിട്ടും, അതാണ് ഒരു പാരഗ്രാഫായിട്ടും, അതാണ് ഒരു വലിയ എന്നൊക്കെ മാറുന്നുള്ള വകതിരിവോ അല്ലെങ്കിൽ നമുക്ക് ആ കുട്ടിക്കാലത്ത് അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോട് പറയുന്നത് കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരേ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബ്യൂട്ടി ആ പ്രായത്തിൽ നമുക്ക് ഉണ്ടാവില്ല. ഒരു ഫാമിലി ലൈഫിന്റെ ബ്യൂട്ടി ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. പവിത്രം എന്ന സിനിമയിൽ ശോഭന ചേച്ചിനെ വിളിക്കാനായിട്ട് ചേട്ടൻ വരുന്ന, മീരയെ വിളിക്കാനായിട്ട് വരുന്ന ഒരു സീനിൽ അന്ന് എൻ്റെ മനസ്സിൽ ഒന്ന് പോറിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടായപ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചപ്പോഴാണ് ഒരു ലവറും ഒരു ഹസ്ബൻഡും തമ്മിലുണ്ടാവുന്ന റിലേഷൻഷിപ്പ് എത്ര ഡീപ്പിലാണ് ആ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. നമുക്ക് ഒരു സാധനം മനസ്സിലോട്ട് കയറ്റി കഴിഞ്ഞാൽ പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കലയോ മനുഷ്യരോ സ്നേഹബന്ധങ്ങളോ എന്നുള്ളതല്ല. ഇപ്പം പലരും ഹാർട്ട് ബ്രേക്കൺ ആവുന്ന പല അവസ്ഥയിലും എന്ന് വെച്ചാൽ
അത്രയും നമ്മുടെ നെഞ്ചിലോട്ട് കയറിപ്പോയി. നമ്മൾ അതിനൊരു സ്പേസ് കൊടുത്തുപോയി. അപ്പം ഈ പ്രോസസ്സ് സ്ലോ ആക്കണം എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മളൊരു തെറ്റ് പഠിച്ചു പോയാൽ, പ്രത്യേകിച്ച് അടവുകളിലോ അല്ലെങ്കിൽ അഭിനയത്തിലോ എടുക്കുന്ന മുദ്രകളിലോ, ഇപ്പൊ യൂട്യൂബാണ് ഗുരു പലർക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ള സംഭവം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ആ തെറ്റ് അടുത്ത കുട്ടി പഠിക്കുകയാണ്, ആ കുട്ടി പഠിപ്പിക്കുന്ന അടുത്ത കുട്ടി പഠിക്കുകയാണ്. അപ്പൊ ഇത് റെക്കോർഡഡ് ആണ്. പണ്ട് റെക്കോർഡഡ് അല്ല, പറഞ്ഞും കേട്ടും കണ്ടുമുള്ള അറിവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വായനയിലുള്ള അറിവ് മാത്രമേ. ഇപ്പം ഞാൻ തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാം ചെയ്ത, തിരുവനന്തപുരത്തെ ന്യൂസ് പേപ്പറിൽ വിന്ദുജ മേനോൻ അവിടെ ഇന്ന ഐറ്റം ചെയ്തു എന്നൊരു ചെറിയ ഇപ്പൊ നമ്മൾ ചുമ്മാ വിഷ്വലൈസ് ചെയ്യാണ്, ഓ വിഷ്ണുവിനെ കുറിച്ച് ഐറ്റം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പത്മനാഭന്റെ അവിടെ എന്ന് നമ്മൾ ചുമ്മാ വിഷ്വലൈസ് ചെയ്യുന്ന റീഡറിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് റെക്കോർഡഡ് ആയിട്ട് ഞാൻ ചെയ്ത തെറ്റുകളും ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളും നല്ലതും എല്ലാം ചേർത്ത് നമ്മൾ ഒരാൾ കാണുകയാണ്. ഇതില് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഞാൻ എപ്പോഴും പറയും, യൂട്യൂബും ഗൂഗിളും ഒക്കെ ഒരു റെഫറൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതല്ല പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഹുക്കപ്പ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലരൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയണേ, ഇത് രണ്ടും നല്ലതാണ്. ഓൺലി തിങ് ഇസ്, നമുക്ക് ഒരു വകതിര ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറെ കണ്ടാലല്ലേ മനസ്സിലാവുള്ളൂ. എനിക്ക് റെഗുലർലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാം നിങ്ങളൊരു ക്ലാസിക്കൽ ഡാൻസർ ആണല്ലോ, നിങ്ങൾ എങ്ങനെയാണ് സിനിമ ഡാൻസിനെ കാണുന്നത്? നിങ്ങൾ സിനിമയെ പുച്ഛമായിട്ട്, എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും പുച്ഛമായിട്ട് തോന്നില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സ് എത്ര ഡിഫിക്കൽട്ടായിട്ടാണ് ഒരു സോങ്, ഇപ്പം വളരെ വാദോരാതെ പറയുന്ന ഐറ്റം സോങ് പോലും, ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. കാരണം മ്യൂസിക് അവരുണ്ടാക്കിയ മ്യൂസിക് അല്ല, ആരോ ഉണ്ടാക്കിയ ഒരു മ്യൂസിക്കില് ജനങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ട് ഒരു സ്റ്റെപ്പോ ഒരു മൂവ്മെന്റോ ഉണ്ടാക്കണ അയാൾ എത്ര ചിന്തിച്ചിട്ട് വേണം. ചിന്തിച്ച് അദ്ദേഹം അല്ല കളിക്കുന്നത്. ഇപ്പൊ ചില ആക്ടേഴ്സ് ഡാൻസേഴ്സ് അല്ല, പെർഫോമേഴ്സ് അല്ല. അപ്പൊ അവരെ ആ ലെവലിലേക്ക് എത്തിച്ച് അത് ക്യാമറയുടെ ആംഗിളിൽ വെച്ച് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കൊറിയോഗ്രാഫറിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ വളരെ വലുതാ. അത് കളിച്ചെടുക്കാൻ അതിലും വലുതാ. ഇപ്പൊ ചിലര് എന്നെ, ഞാൻ കളിക്കാൻ തുടങ്ങുമ്പോൾ, ഇല്ല ചേച്ചി കമ്പോസ് ചെയ്യും, ഞാൻ ഇല്ല, ഞാൻ ഇവിടെ നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ പാടുള്ളൂ. ഞാൻ അവിടെ ഒരു ഡാൻസർ അല്ല. ഐ ആം ഓൺലി എ സ്റ്റുഡന്റ്. അപ്പം നമുക്ക് ചില സമയത്ത് പല റോൾസിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ പലതിന്റെ മഹത്വം മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചും റിപ്പീറ്റഡ്ലി പറയുന്നത്, ഐ വോണ്ട് എവ്രിബഡി ടു എൻജോയ് ലൈഫ്. യു വിൽ ഹാവ് ഹാർട്ട് ബ്രേക്സ്, യു വിൽ ഹാവ് ഡിഫിക്കൽട്ട് ടൈംസ്, അപ്സ് ആൻഡ് ഡൗൺസ്. ദിസ് വെരി വെരി കോമൺ. പക്ഷേ അപ്സ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മൾ അങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കും. പക്ഷെ ലോ വരുമ്പോഴും അതേമാതിരി കൺസിഡർ ചെയ്യാനും സഹജീവികളോട് കുറച്ചൊരു അനുകമ്പയോട് ഈ കാലഘട്ടം ഡിമാൻഡ്സ് ദാറ്റ് എന്ന് ഐ ട്രൂലി ബിലീവ്. ഈ ഒരു കാലഘട്ടം സ്നേഹത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഒരു വഴക്കുണ്ടായാൽ പോലും ഇറ്റ്സ് ഓക്കെ നമുക്ക് ആ വഴക്ക് പറഞ്ഞു തീർക്കാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ഐ തിങ്ക് ഞാനിപ്പോൾ ആ ഒരു ഫേസിലാണ്. ഐ വോണ്ട് പീപ്പിൾ ടു എൻജോയ് ലൈഫ്. ആ വയസ്സിലായിരിക്കാം ഞാനിപ്പോ. നമുക്ക് ആ നോട്ടിൽ നമുക്ക് അവസാനത്തെ പാട്ട് കേട്ടാലോ? ഏത് പാട്ടായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, പവിത്രം എന്ന സിനിമ എൻ്റെ ലൈഫിലെ ഒരു മൈൽ സ്റ്റോൺ ക്യാരക്ടർ എന്ന് മാത്രമല്ല, സിനിമ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ ഞാൻ അതിലൊരു പാട്ട് പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാരും പറയും ശ്രീരാഗമോ ആണെന്ന്, ഞാനത് പറയുന്നില്ല. ശ്രീരാഗമോ അതെ വാലിന്മേൽ രണ്ടും ശരത്തേട്ടന്റെ ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ്. ശരത്തേട്ടന്റെ ഹ്യൂജ് ഫാനാണ് ഞാൻ എപ്പോഴും. അപ്പൊ പിന്നെ കണ്ണിൽ പേടപാടിന്റെ ആണോ എന്ന് എന്റെ മനസ്സിൽ ഇല്ല. കണ്ണിൽ പറഞ്ഞ അതിന് ഞാൻ ഇടയ്ക്ക് ഞാൻ ശരത്തേട്ടനത് വിരോധവും പറഞ്ഞിട്ടുണ്ട്. ശരത്തേട്ടൻ എനിക്ക് മാത്രം അത്ര ഫേമസ് എന്ന് വെച്ചാൽ ആ പാട്ട് അങ്ങനെ പൊതുവെ ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാടുന്നവരുണ്ട്, എന്നാലും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അഗൈൻ ചിത്രേച്ചിയും ദാസേട്ടനും രണ്ടുപേരും പാടിയിട്ടുണ്ട്. പറയൂ, അയ്യോ അതൊരു ഒരു വല്ലാത്ത ഫീൽ ഉണ്ടാക്കുന്ന ഒരു, ആൻഡ് ദ സീൻ ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അമ്മ മരിച്ചു പോയിട്ടുള്ള ആ ഒരു സമയമൊക്കെ. അപ്പം ആ പാട്ട് ശ്രോതാക്കൾ തീർച്ചയായിട്ടും ആ പാട്ട്, പ്രത്യേകിച്ച് ചിത്രേച്ചിയുടെ ആണെങ്കിൽ ചിന്താസേട്ടനും മസ്സലായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഈ പാട്ട് സ്പെഷ്യലി എൻ്റെ ഒരു വലിയ സജഷൻ ടു ദ ശ്രോതാക്കൾ. ഈ പാട്ട് കേൾക്കുന്നതിന് മുന്നേ ഒരു രണ്ടുപേരി മൂളിയപ്പോ എന്റെ മനസ്സിൽ ചോദിക്കാതെ വെച്ചിരുന്ന പല ചോദ്യങ്ങൾ, ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. BA മ്യൂസിക്കാണ് പഠിച്ചത്, പിന്നെ അത് എക്സ്പ്ലോർ ചെയ്തതേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡാൻസ് ആണോ പാട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി ചെരിവ് കൂടുതൽ ഡാൻസിനോട് തന്നെയാണ്. ഇപ്പൊ സരിഗമ പോലെയുള്ള പ്രോഗ്രാം ഞാൻ ഓൾമോസ്റ്റ് 2.5 years ഞാൻ ആ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഫുൾ ആൻഡ് ഫുൾ പാട്ട് തന്നെയാണ്. ഞാൻ ചെയ്യുന്ന പലർക്കും അറിഞ്ഞൂടാ, അതാണ് അതിനകത്ത് സത്യം. കാരണം ഞാൻ കമ്പോസ് ചെയ്തിട്ട് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി അങ്ങനെ വർണ്ണം ചെയ്തിട്ടുണ്ട്. തിങ്സ് ഞാനാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളാണ് കളിക്കുന്നത്. അതങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വലിയൊരു എഴുത്തുകാരിയൊന്നും അല്ലാത്തോണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അത് യു മൈറ്റ് ഓൾസോ ലൈക്ക് ഇറ്റ്. എഴുത്തെന്ന് പറയുമ്പോൾ പണ്ടേ കുട്ടിക്കാലത്തെ കുറച്ച് ചുമ്മാ എഴുത്ത്, അങ്ങനെ ഭയങ്കര മഹാ എഴുത്തല്ല പറയണ കേട്ടോ. ഞാൻ പറയണത് വെറുതെ നമ്മുടെ ഇപ്പൊ പത്മരാജൻ അങ്കിളുടെ കൂടെ പോയ ഒരു ആ സിനിമ നൊമ്പരത്തിപ്പൂ, അതെ ഞാൻ ഗന്ധർവൻ, അങ്ങനെ 2 സിനിമയാണ് ഞാൻ ചെയ്തത്. ആ സിനിമകളെ കുറിച്ച് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിലേക്ക്
മനസ്സിലേക്ക് വരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാറുണ്ട്. വെറുതെ എഴുതി ഇങ്ങനെ ഒരു സാധാരണ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സീനിയർ ഫെലോഷിപ്പ് ചെയ്തത് സൂര്യനിലാണ് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് സൂര്യൻ ഇത്രയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കായിട്ട് നിൽക്കുന്നത് നമ്മൾ ഓർക്കുന്നേ ഇല്ലല്ലോ. അതിൻ്റെ ഭാഗമാക്കായിട്ട് എഗെയിൻ ഞാൻ ഒരു കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൂര്യൻ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നതെന്നുണ്ട് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ബുക്ക് എഴുതുന്നുണ്ട്. സൂര്യനാണ് അതിനകത്ത് മെയിൻ എലമെന്റ്. അതൊരു കൊച്ചു കുട്ടിയുമായിട്ട് അതിൽ പടം വരയ്ക്കുന്ന മുഴുവൻ മോളാണ്. അതിന്റെ പിക്ചേഴ്സ്. എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പലതും ആർക്കും അറിയൂല ഞാൻ എന്താ ചെയ്യുന്നേ എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം എന്ന് ഓർക്കാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത്രയും സ്റ്റേജ് ചെയ്തു, ഇത് എവിടെയെങ്കിലും പറഞ്ഞ് എന്നുവെച്ചാൽ ആ സ്റ്റേജ് കളിക്കുന്നിടത്ത് നന്നായിട്ട് കളിക്കണം, ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യണം. ആ പ്രോസസ്സാണ് എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോസസ്സ്. എൻ്റെ അടുത്ത് ഒരുപാട് മലേഷ്യയിൽ നിങ്ങൾ പ്രൈം മിനിസ്റ്ററിന്റെ മുമ്പിൽ ഇത്രയും വലിയൊരു ഇത് ചെയ്തോ? ചെയ്തു. സംഹൗ ഐ ഡോണ്ട് നോ, അത് എനിക്ക് ശരിയല്ല എന്നറിയാമെങ്കിൽ പോലും അത് തിരുത്താനുള്ള ഒരു മനസ്സ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അത് ഐ നോ ദാറ്റ് പലരും പറയും അത് തിരുത്തണ്ടേ ബിന്ദുജ, അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പൊ പല വലിയ കലാകാരന്മാരും നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഇപ്പൊ ലാസ്റ്റ് ശ്രീനേട്ടൻ മരിച്ച സമയത്താണ് ഞാൻ നോക്കുമ്പോൾ ഒരു പടവും ഇല്ല ശ്രീനേട്ടന്റെ കൂടെ നിൽക്കുമ്പോൾ. എത്രയോ കോൺവെർസേഷൻസ് ഫ്ലൈറ്റിൽ എവിടെയൊക്കെയോ ഇരുന്ന് എന്തൊക്കെ ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നടത്തിയിട്ടുണ്ടെന്നറിയോ. ഞാൻ എപ്പോഴും അദ്ദേഹം വയ്യാതിരുന്ന സമയത്തൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയി വിമൽ ചേച്ചിയുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചെങ്കിലും ഇതെല്ലാം എൻ്റെ മനസ്സിനകത്താ. ഈ മെമ്മറീസ് മുഴുവനും എൻ്റെ ഓരോരുത്തരോടുള്ള ഒരു സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും മനസ്സിനകത്ത് അത്ര നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം ഇന്നത്തെ കാലത്ത് ഡോക്യുമെന്റേഷൻ ആണല്ലോ, എല്ലാ എവിഡൻസസും ആണല്ലോ. സോ ഐ തിങ്ക് ഈ മ്യൂസിക് ആണ് എൻ്റെ ഡാൻസിന് ഇത്രയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അത് എഴുത്തിന്റെ രൂപത്തിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ എല്ലാ സിഗ്നേച്ചറിലും ഒരു വിമല എന്ന് വരും, അമ്മയുടെ പേരായിട്ടാണ് ഞാൻ സിഗ്നേച്ചർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് ഹെൽപ്ഡ് മീ. ഓൺലി തിങ് ഇസ് എൻ്റെ കഴിവുകേട് കൊണ്ട് ഞാനിത് എവിടെയും പുറത്ത് പറയുന്നില്ല എന്ന്. ഇപ്പോൾ നമ്മുടെ സമയ ചുരുക്കം കൊണ്ട് എനിക്കും അത് കഴിയുന്നില്ല എന്നുള്ളതിൽ എനിക്കൊരു ചെറിയ സങ്കടമുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയുടെ ലാസ്റ്റ് സെഗ്മെന്റിലൂടെ പോകാം. അതിൽ എനിക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാനുള്ളത് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഞാനല്ല, AI ആണ്. അപ്പോൾ അതുകൊണ്ട് AIയുടെ ചോദ്യങ്ങളാണ്. ഇതിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇത് റാപ്പിഡ് ഫയർ ആയിട്ടാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ കഴിയുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. A scene you still remember word for word. Constant and changes every time. Okay. Character that taught you biggest life lesson. Everybody thinks Meenakshi but myself. അഭിനയ or നൃത്ത? എനിക്ക് രണ്ടായിട്ട് കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൾ ടുഗെദർ. ഇപ്പോൾ അമ്മ അഭിനയത്തിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തെന്നൊരു ചോദ്യം എനിക്കുണ്ടായിരുന്നു, പക്ഷെ ചോദിക്കാൻ സമയം കിട്ടിയില്ല. അത് അഭിനയവും നൃത്തവും നാട്യവും നമുക്ക് വേർതിരിച്ച് കാണാൻ തുടങ്ങിയാൽ അത് പിന്നെ ഡാൻസ് ആയിട്ട് ഇതെല്ലാം ഇത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. Okay. On Kriti or Padam, you never get tired of performing? There are so many. And especially because I started ഭരതനാട്യം. ഭരതനാട്യത്തിൽ ധർമ്മവതി വർണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു വർണ്ണമുണ്ട്. കുഞ്ഞു മക്കൾ ചെയ്യാവുന്ന വർണ്ണമാണ്. എനിക്കത് എത്ര കളിച്ചാലും ഒരു കാലത്ത് മതിയാവാത്തൊരു വർണ്ണമാണ്. മൈ ഫസ്റ്റ് വർണ്ണം ബേസിക്കലി. ലൈവ് ഓർക്കസ്ട്ര or recorded music? 100% live orchestra, no doubt. Teaching dance or performing? Both. I enjoy learning. ഇപ്പോഴും ഐ ലവ് മൈ അമ്മാസ് ക്ലാസ്സസ്. ഐ ഡു ഹേറ്റ് എന്നെ ചീത്ത പറയുമ്പോഴൊക്കെ ഞാൻ വെറുക്കാറുണ്ട്, പക്ഷെ ഐ ലവ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. സോ ലേണിംഗ്, സ്റ്റഡിയിങ് ആൻഡ് പെർഫോമിംഗ് ആൻഡ് ഓഫ് കോഴ്സ് ടീച്ചിങ്. ടീച്ചർ ഇപ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷക്തിയായിട്ടിരിക്കുകയാണ്. ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അമ്മയോട് പറയും. നമ്മുടെ ചോദ്യങ്ങൾ തുടരാം. സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഓർ ഡിസ്ട്രാക്ഷൻ ഫോർ ഡാൻസേഴ്സ്? Again, you have to balance it. You should know what to do at right time because it is very important. ഇപ്പം അതൊരു എനിക്കൊരു ഒറ്റ സെന്റൻസിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ഡാൻസേഴ്സ് എന്നല്ല ഏതൊരാൾക്കും ലോകം മുഴുവൻ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. യു ഹാവ് ടു യൂസ് ഇറ്റ് വൈസ്ലി. മീനാക്ഷി in പവിത്രം, strength or flaw? Both. Acting with legends, intimidating or inspiring? Oh, it's definitely inspiring and motivating. I have never had a negative experience with any of the co-actors. അപ്പോൾ ഇതൊക്കെയായിരുന്നു AIയുടെ ചോദ്യങ്ങൾ. എല്ലാം ഇംഗ്ലീഷിലാണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. ഇംഗ്ലീഷിലായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ പവിത്രത്തിൻ്റെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ബിക്കോസ് ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ ക്ലിയർ. അപ്പോൾ നിങ്ങൾ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ചോദിച്ചാൽ ബോത്ത് എന്ന് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കണ്ട എന്നുള്ളതുകൊണ്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ക്ലാരിഫൈ ഇറ്റ്. പവിത്രം എന്ന സിനിമ 31 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യമാണ്. പക്ഷെ ഒരുപാട് ജനങ്ങൾ നിങ്ങൾ ഈ പവിത്രം മാത്രം പറഞ്ഞു എത്ര കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്നവർക്കോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആണ്. അത് ഓവർകം ചെയ്ത് എനിക്കൊരു സിനിമ
വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അതാണ് എൻ്റെ പോസിറ്റിവിറ്റി. ഇനി അത് വരാതെ ഞാൻ മരിച്ചു പോയാലും നമ്മൾ എല്ലാ രീതിയിൽ എല്ലാ ആംഗിൾസും വി ആർ ഹ്യൂമൻ ബീങ്സ് വിത്ത് റിയലിസ്റ്റിക് അപ്രോച്ച് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അത് വരാതെ, അങ്ങനെ ഒരു കാലം വരാതെ വന്നാൽ പോലും എനിക്ക് സന്തോഷമാണ്. കാരണം 31 കൊല്ലവും നമ്മൾ ആ സിനിമയെ പറ്റി സംസാരിച്ചു. ഞാൻ എവിടെ പോയാലും എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഈസ് ഓൺലി വിത്ത് പവിത്രം. അപ്പം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഞാൻ ഈ 30 കൊല്ലമൊന്നും ജീവിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു കലാകാരിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വന്നില്ലല്ലോ. അപ്പം ഞാൻ അതിനെ അങ്ങനെയല്ലേ പോസിറ്റീവായിട്ടല്ലേ എടുക്കേണ്ടതെന്ന് ദാറ്റ് ഈസ് വാട്ട് ഐ എം തിങ്കിങ്. എനിക്കതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല. ഞാനൊരു ഫെയിലിയറായിട്ട് കണ്ടാൽ പോലും സം പീപ്പിൾ വിൽ ഫീൽ അയ്യോ അവർക്ക് നന്നായില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ പോലും ആ ഫെയിലിയറിൽ എനിക്ക് ഒരുപാട് ലേണിംഗ് ലെസൺസ് ഉണ്ട്. ദിസ് ഐ ഷുഡ് ഹാവ് ഡൺ, ദിസ് ഐ ഷുഡൻറ്റ് ഹാവ് ഡൺ. എൻ്റെ അടുത്ത തലമുറയ്ക്ക്, എൻ്റെ മകൾക്കെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത തലമുറയ്ക്ക് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, അതിൽ നിന്ന് ഒരാൾ അത് ഏൺ ചെയ്താൽ, ഞാൻ ഒരാളെ പറയുന്നുള്ളൂ, ആരും അങ്ങനെ എല്ലാവരെയും പറഞ്ഞൊന്നും മനസ്സിലാക്കിക്കാൻ പറ്റില്ല. ആൻഡ് വി ആർ വെരി അവെയർ ഓഫ് ദാറ്റ്. വൈ ഡു വി സ്പീക്ക് അവർ എക്സ്പീരിയൻസ് എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്, ആ എക്സ്പീരിയൻസിൽ എവിടെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ആർക്കെങ്കിലും, നമുക്ക് ബന്ധമില്ലാത്ത ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പയർഡ് ഫീൽ, അയ്യോ ഇവരെങ്ങനെയാണല്ലോ കടന്നു വന്ന് എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചാൽ, ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കലാകാരിയാണെന്ന് ഞാൻ എന്നും ഭഗവാന് നന്ദി പറഞ്ഞേ ഞാൻ എൻ്റെ ജീവിതം ഓരോ ദിവസം തുടങ്ങാറുള്ളൂ, അവസാനിപ്പിക്കാറുള്ളൂ. കാരണം ഇത്രയും ചുരുങ്ങിയ അളവിൽ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ ലോകമെമ്പാടും ഓഫ് കോഴ്സ് നൃത്തം ചെയ്യാനുള്ളൊരു ഭാഗ്യം, അതിന്നും എന്താ പറയുക, എൻ്റെ അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ, എൻ്റെ ഗുരുവിന് സന്തോഷം കൊടുക്കുന്ന, എൻ്റെ ഗുരുക്കന്മാർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. സോ ആൻഡ് ദാറ്റ് നോട്ട് ഐ തിങ്ക് ഐ എം such a blessed artist. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാണ് വീണ്ടും വരണ്ടേ റേഡിയോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നൊസ്റ്റാൾജിക് പ്ലേസ്. അതെ, തീർച്ചയായും അതുൾപ്പെടെ. അതായത് സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം വളരെ കുട്ടിക്കാലത്ത് തന്നെ ഇടപെട്ടിരുന്ന ഒരു വീട്, പിന്നെ ഇപ്പോൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തെക്കുറിച്ച് തന്നെ നമുക്കൊരു എപ്പിസോഡിലധികം സംസാരിക്കാം. എനിക്ക് എത്രയോ കഥകൾ പറയാനുണ്ട്. ഇവിടുത്തെ ക്യാൻറ്റീനെ കുറിച്ച് പറയാനുണ്ട്, ഇവിടുത്തെ പഴയ എയ്മാരുടെ കഥ പറയാനുണ്ട്, ഡയറക്ടർ ബോർഡിൽ അമ്മയുടെ സ്റ്റുഡൻസിനെ പറ്റി പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞത് തരാൻ പറ്റാത്ത അത്രയും. അപ്പോൾ ആ കഥകളെല്ലാം പറയാൻ വേണ്ടി വീണ്ടും അടുത്ത വരവിൽ ഒരുമിക്കാം എന്ന ഉറപ്പ് തന്നിട്ടേ പോവാവൂ. താങ്ക് യു സോ മച്ച്. എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാ നന്മകളും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ എനിക്ക് വേണ്ടി തന്നതിന്. താങ്ക് യു. ചലച്ചിത്ര നടിയും നർത്തകിയുമായ ബിന്ദുജ മേനോൻ പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.